ഇന്ന് നമ്മുടെ സമൂഹത്തിൽ സർവ്വസാധാരണമായ ഒന്നാണ് ശ്വാസകോശാർബുദം അഥവാ ലങ് ക്യാൻസർ. ആരംഭഘട്ടത്തിൽ തന്നെ രോഗലക്ഷണങ്ങൾ പ്രകടമാകാത്തത് രോഗം മൂർച്ഛിക്കുന്നതിനും ചികിത്സ വൈകുന്നതിനും കാരണമാകാറുണ്ട്. ഇതുമൂലം മരണനിരക്കിലും മുന്നിലുണ്ട് ശ്വാസകോശാർബുദം. എന്താണ് ലങ് ക്യാൻസർ? എന്തുകൊണ്ടാണിത് വരുന്നത്? പുകവലി മാത്രമാണോ ഇതിന് കാരണം? അതിവേഗ രോഗനിർണയം സാധ്യമാകുമോ? ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾക്ക് ഇന്ന് ഉത്തരവുമായി എത്തിയിരിക്കുന്നത് കോട്ടയം കാരിത്താസ് ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സീനിയർ കൺസൾട്ടന്റ് സർജിക്കൽ ഓങ്കോളജിസ്റ്റ് ഡോക്ടർ ജോജോ വി ജോസഫ് സാറാണ്. നമസ്കാരം ഡോക്ടർ. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ വ്യാപന നിരക്കിലാകട്ടെ മരണനിരക്കിലാകട്ടെ ഒരുപാട് മുന്നിലാണ് ശ്വാസകോശാർബുദം. ലോകത്ത് തന്നെ രണ്ടാമതാണ്, മോസ്റ്റ് കോമൺ ക്യാൻസറാണ്. ഇന്ത്യയിൽ നാലാമത്. നമ്മുടെ കേരളത്തിൻ്റെ അവസ്ഥ എന്താണ്? അനുദിനം രോഗികൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ലങ് ക്യാൻസറിൻ്റെ ഇൻസിഡൻസ് കൂടി വരുന്നുണ്ട്. നമ്പർ 1 മെയിൽ മാത്രം എടുക്കുക, ആണുങ്ങളെ മാത്രം എടുക്കുകയാണെങ്കിൽ നമ്പർ 1 എന്ന് തന്നെ പറയാം. മെയിലും ഫീമെയിലും കൂടെ എടുത്ത് കണക്ക് പറയുമ്പോഴാണ് ബ്രസ്റ്റ് ക്യാൻസർ കൂടുതലുള്ളതുകൊണ്ട് ഒരു രണ്ടാമത്തെ എന്നുള്ള നിലയിൽ കേരളത്തിലെ ലങ് ക്യാൻസർ ഇൻസിഡൻസ് നിൽക്കുന്നത്. അപ്പോൾ എന്താണ്, നമ്മൾ ഒരുപാട് അർബുദങ്ങൾ ഉണ്ട്, അതിൽ മരണനിരക്ക് കൂടുതലുള്ളതാണ്. പക്ഷേ ലങ് ക്യാൻസറിന് മാത്രം എന്താണ് ഇത്രത്തോളം രോഗികൾ ഇങ്ങനെ അനുദിനം വർദ്ധിക്കാൻ കാരണം? ഞാൻ ഇപ്പോൾ ഒന്നുകൂടി പറയാം, പുരുഷന്മാരിലാണ് ഇത് വരുന്നത്. ബ്രസ്റ്റ് ക്യാൻസർ പുരുഷന്മാരിൽ വരില്ല എന്നാണ് പറയുന്നത്. അതുപോലെ സ്ത്രീകളിൽ ലങ് ക്യാൻസർ വരാറേ ഇല്ല എന്നാണ് ഒരു മിത്തൊക്കെ ഉള്ളത്. അപ്പോൾ എന്താണ് ഡോക്ടർക്ക് ഇതേക്കുറിച്ച് പറയാനുള്ളത്? സ്ത്രീകളിലും ലങ് ക്യാൻസർ വരാറുണ്ട്. അതുപോലെ തന്നെ മുമ്പേ പറഞ്ഞ കാര്യങ്ങളൊന്നും കറക്റ്റ് ചെയ്തോട്ടെ, പുരുഷന്മാരിലും ബ്രസ്റ്റ് ക്യാൻസർ വരാറുണ്ട്. 3% ബ്രസ്റ്റ് ക്യാൻസർ പുരുഷന്മാരിലാണ് വരുന്നത്. ഇനി സ്ത്രീകളിലും ലങ് ക്യാൻസർ വരാറുണ്ട്. പുരുഷന്മാരിലാണ് ഇത് കൂടുതലായി കണ്ടുവരുന്നത്. അതിൻ്റെ പ്രധാന കാരണം ഇതിൻ്റെ റൂട്ട് കോസ് എന്ന് പറയുന്നത് പുകയിലയാണ്. സ്മോക്കിംഗ് ആൻഡ് അതിനോട് റിലേറ്റഡ് കാര്യങ്ങളാണ് ലങ് ക്യാൻസർ സാധ്യത വർദ്ധിപ്പിക്കുന്നത്. അപ്പോൾ അത് പുരുഷന്മാരിലാണ് കേരളത്തിൽ കൂടുതലുള്ള, പുറത്തൊക്കെ ഈക്വലായിരിക്കും, പക്ഷേ കേരളത്തിൽ കൂടുതൽ പുരുഷന്മാരാണ് പുകയില ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് പുരുഷന്മാരിൽ കൂടുതലായിട്ട് കണ്ടുവരുന്നത്. അപ്പോൾ പുകവലി ഇന്ന് നമുക്കറിയാം, ഇന്നത്തെ യുവാക്കൾ പുക വലിച്ചിട്ടില്ലെങ്കിൽ എന്തോ ഒരു ഭയങ്കര കുറച്ചിലാണ്. ആൾക്കാരൊക്കെ ഇപ്പം ഒരുപാട് ഫ്രണ്ട്സ് പുകവലിക്കുന്നുണ്ടെങ്കിൽ ഞാൻ മാത്രം അതൊരു ഇതായിട്ടൊക്കെ പെൺകുട്ടികൾ കാണുന്നുണ്ട്. ഒരുപാട് പേര് അതിനാണ് ആ പിയർ ഗ്രൂപ്പ് പ്രഷർ എന്ന് പറയുന്നത്. അവരുടെ ആ സെയിം ഗ്രൂപ്പിലുള്ളവർ ചെയ്യുന്നത് ചെയ്യാനുള്ള ഒരു കൗതുകം. അപ്പോൾ അത് പുകവലി മാത്രമാണോ കാരണം? അപ്പോൾ നമ്മുടെ എയർ പൊല്യൂഷൻ ഒരുപാട്, നമ്മുടെ സമൂഹം വളരെയധികം വായു മലിനീകരണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തൊക്കെയാണ് മറ്റ് റിസ്ക് ഫാക്ടേഴ്സ് നമ്മുടെ ശ്വാസകോശാർബുദം വരാനായിട്ട്? ഏതാണ്ട് 80% പുകയില റിലേറ്റഡ് ആണ്, സ്മോക്കിംഗ് റിലേറ്റഡ് ആണ് ലങ് ക്യാൻസർ ഉണ്ടാവാനുള്ള കാരണം. പിന്നെ അതുകൂടാതെ സെക്കൻഡായിട്ട് വരുന്നത് നമ്മുടെ അന്തരീക്ഷ മലിനീകരണമാണ്. അത് വിവിധ രീതിയിലാവാം. നമ്മുടെ അത് ഇൻഡസ്ട്രീസിലെ ഏരിയകളിലാണെങ്കിൽ അവിടെ നിന്നുള്ള ഇൻഡസ്ട്രിയൽ എഫ്ലുവൻസ് ആവാം. അതല്ലെങ്കിൽ നമ്മുടെ റോഡ് പുക പുറത്തേക്ക് വരുന്ന ചില തരം വെഹിക്കിൾ പൊല്യൂഷൻ ആവാം. അതല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലുള്ള കെമിക്കൽസ്, പ്ലാസ്റ്റിക് കത്തിക്കുക. അതിപ്പോൾ പ്യുവർ ഹൗസ് ഹോൾഡ് വില്ലേജ് ഏരിയയിലാണെങ്കിൽ ഇതുപോലെ പ്ലാസ്റ്റിക് കത്തിക്കുന്നത്, അതുപോലത്തെയുള്ള കാര്യങ്ങളിൽ നിന്ന് വരുന്ന പുകയിൽ നിന്ന് കണ്ടുവരുന്ന വിവിധ രാസപദാർത്ഥങ്ങൾ അകത്ത് പോകുന്നതാണ് ഒരു പ്രധാന കാരണം. പിന്നെ അതുകൂടാതെ ഉള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കി ടെക്നിക്കലി, അതായത് റാഡൗൺ അങ്ങനെയൊക്കെ വരുന്നത്, അത് നമ്മൾ പറയേണ്ട കാര്യമൊന്നുമില്ല. കാരണം അത് ചില പ്രത്യേക ഏരിയാസിൽ മാത്രം കാണുന്നതാണ്. പിന്നെയുള്ളത് നമ്മുടെ സെഡൻറ്ററി ലൈഫാണ്. അതായത് നമ്മൾ പൊണ്ണത്തടി വർദ്ധിക്കുക, നമ്മൾ അനങ്ങാതിരിക്കുന്നത്, അതായത് വ്യായാമം ഇല്ലാതിരിക്കുക, നമ്മുടെ പിന്നെ അങ്ങനെയുള്ള ആ സെഡൻറ്ററി ലൈഫ്. പിന്നെയുള്ളത് നമ്മുടെ ഭക്ഷണ രീതിയാണ്. അതായത് പല രീതിയിലുള്ള റിഫൈൻഡ് ആയിട്ടുള്ള കാർബോഹൈഡ്രേറ്റ് കൂടുതൽ കഴിക്കുന്നത്, പ്രോസസ്ഡ് മീറ്റ് കഴിക്കുന്നത്, ഇതൊക്കെ, അതായത് ഫാസ്റ്റ് ഫുഡിൻ്റെ അതിപ്രസരം, ഇതൊക്കെയാണ് മറ്റ് കാരണങ്ങൾ. ഇതൊക്കെ ഇങ്ങനെയുള്ള ഫാസ്റ്റ് ഫുഡൊക്കെ കഴിച്ചാൽ പിന്നെ ശ്വാസകോശാർബുദം വരുമോ? നമ്മളിപ്പോൾ ഒരുപാട് എന്താ പറയുക, എല്ലാവർക്കും ഇപ്പോൾ ഒരുപാട് ഇഷ്ടമുള്ളതാണ് ബർഗർ, പിസ്സ, അങ്ങനെയൊക്കെയുള്ള അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ കുട്ടികളിലൊക്കെ ഇത് ഭയങ്കരമായിട്ട് ഇതിൻ്റെ നേരിട്ട് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ നേരിട്ടല്ല ഇതിൻ്റെ എഫക്റ്റ് വരുന്നത്. കാരണം മൊത്തം ശരീരത്തിനുള്ള ക്യാൻസർ സാധ്യത വർദ്ധിക്കുകയാണ്. ആ കൂട്ടത്തിൽ നമ്മുടെ അന്തരീക്ഷ മലിനീകരണം മറ്റും എല്ലാം വരുമ്പോഴത്തേക്കും ഇതും ഒരു എന്താ പറയുന്നത്, നമുക്ക് ലങ് ക്യാൻസർ വരാനുള്ള സാധ്യത കൂട്ടുകയാണ് ചെയ്യുന്നത്. നേരിട്ട് വന്നില്ലെങ്കിലും പലപ്പോഴും ഇത് നമ്മുടെ ശരീരത്തിൽ, നമുക്കറിയാമല്ലോ, നമ്മുടെ ക്യാൻസർ ഉണ്ടാവണമെങ്കിൽ ഒരു DNA-ക്ക് എന്തെങ്കിലും ഡാമേജ് വന്നതിന് ശേഷമാണ് ക്യാൻസർ ഉണ്ടാകുന്നത്. പക്ഷേ ഒരു DNA ഡാമേജ് വന്നുകൊണ്ട് അതെല്ലാം ക്യാൻസർ ആവത്തില്ല. കാരണം നമ്മുടെ ശരീരത്തിന് നല്ല ഇമ്മ്യൂണിറ്റി ഉണ്ട്. നമ്മുടെ ശരീരം അത് നശിപ്പിച്ച് കളയും. അപ്പോൾ ഈ പറഞ്ഞ രീതിയിലുള്ള കാര്യങ്ങൾ നമ്മുടെ ഈ ഇമ്മ്യൂണിറ്റിയെ കുറയ്ക്കും. ഇമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ക്യാൻസർ ഉണ്ടായാൽ അതിനെ തടയാനോ അല്ലെങ്കിൽ ഉണ്ടായ ക്യാൻസർ നശിപ്പിക്കാനുള്ള കഴിവ് കുറയും. അപ്പം എന്തെങ്കിലും ഒരു ചെറിയ ഇത് വരുമ്പോൾ തന്നെ അത് വളർന്ന് ക്യാൻസർ ആവും. അങ്ങനെയാണ് അത് ഇൻഡയറക്റ്റ് ആയിട്ട് ഇതിനെ അഫക്റ്റ് ചെയ്യുന്നത്.
ഒരു ഇമ്മ്യൂണിറ്റി വരാനുള്ള ഏറ്റവും നല്ലൊരു ഭക്ഷണം എന്ന് പറയുമ്പോൾ ഡോക്ടറുടെ ഒരു ലൈഫ് വെച്ച് നോക്കുമ്പോൾ എങ്ങനെ ഏത് ഭക്ഷണമാണ് കൂടുതലായിട്ട് നമുക്ക് ഇമ്മ്യൂണിറ്റി കൂട്ടാനായിട്ട് ഇങ്ങനെയുള്ള ശ്വാസകോശാർബുദം തടയാൻ അങ്ങനെയൊക്കെ എന്തെങ്കിലും ഭക്ഷണം ഇമ്മ്യൂണിറ്റി കൂട്ടാനായിട്ട് അങ്ങനെ പ്രത്യേകിച്ച് ഞാൻ ഈ പറഞ്ഞ രീതിയിലുള്ള കാർബോഹൈഡ്രേറ്റ് കുറവുള്ള പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഭക്ഷണ രീതികൾ കഴിക്കുക. പിന്നെ പച്ചക്കറികൾ, പഴവർഗ്ഗങ്ങൾ ഇത് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. ധാരാളം എക്സസൈസ് ചെയ്യുക. ഇതൊക്കെയാണ് നമ്മുടെ ഇമ്മ്യൂണിറ്റി കൂട്ടാനുള്ള മാർഗ്ഗം. അല്ലാതെ നമ്മൾ പിന്നെ ഈ ന്യൂസിലും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ കാണുന്ന പോലെ എന്തെങ്കിലും മരുന്ന് കഴിച്ചിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രത്യേക ഡയറ്റ് ഫോളോ ചെയ്തിട്ടോ ഒന്നും ഒരു കാര്യമില്ല. നമ്മുടെ സാധാരണ നമ്മൾ പറയുന്ന ഹെൽത്തി ഡയറ്റും ആവശ്യത്തിന് എക്സസൈസും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റഡ് ആകും. അല്ലാതെ ഇവർ പറയുന്ന പോലെയുള്ള വൈറ്റമിൻ സി കഴിച്ചാലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഹെൽത്ത് ഡ്രിങ്ക് കഴിച്ചാലോ അതുകൊണ്ടൊന്നും നമ്മുടെ കൂടത്തില്ല. അതൊക്കെ നമുക്കൊരു സന്തോഷം എന്നുള്ളതല്ലാതെ പ്രത്യേകിച്ച് നമുക്ക് ബെനിഫിറ്റ് ഒന്നും കിട്ടില്ല. അതിപ്പോൾ സോഷ്യൽ മീഡിയയുടെ പറഞ്ഞുകൊണ്ടാണ് മുറി വൈദ്യന്മാരുടെ ഒരു കാലഘട്ടം. അതിപ്രസരമാണ്. അത് സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് അടക്കി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരുപാട് ഡോക്ടേഴ്സിന്റെ പേരിലായിട്ട് ഇവർക്കൊന്നും ആത്യന്തികമായിട്ട് ഒരു അടിസ്ഥാനം ഉണ്ടാവില്ല. നിരവധിയുണ്ട്. ഞാൻ അതിനെ കുറിച്ച് പറയുന്നില്ല. പറഞ്ഞു കഴിഞ്ഞാൽ അത് തന്നെ പറയാനുള്ള സമയം കാണുള്ളൂ. അപ്പോൾ അതിൽ തന്നെ ആന്റി ഓക്സിഡന്റ് സപ്ലിമെന്റ്സ് കഴിച്ചാൽ ഇതുകൊണ്ട് അത്ഭുത ഡയറ്റിലൂടെ നിങ്ങൾക്ക് ഈ ശ്വാസകോശാർബുദ അർബുദങ്ങളെ തന്നെ തുടച്ചു നീക്കാന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൽ എന്തെങ്കിലുമൊക്കെ ഇവിടെ പ്രത്യേകം എടുത്ത് പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ ആന്റി ഓക്സിഡന്റ് സപ്ലിമെന്റ്സ് കഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ലങ് ക്യാൻസർ സാധ്യത വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. അതിനെക്കുറിച്ച് പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. ധാരാളം പഠനങ്ങൾ പുറത്തുവന്നിട്ടുണ്ട്. ഈ കരോട്ടിനോയിഡ്സും അല്ലെ വൈറ്റമിൻ സിയും വൈറ്റമിൻ എയും ഒക്കെ കൂടുതൽ കഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ എക്സ്പെഷ്യലി സ്മോക്കറും കൂടി ആണെങ്കിൽ ലങ് ക്യാൻസർ സാധ്യത വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഒരിക്കലും ഇത് റെക്കമെൻഡബിൾ അല്ല. ഇവർ ഇങ്ങനെ പറയുമെങ്കിലും ഒരിക്കലും ഇതുപോലെയുള്ള ആൻറ്റി ഓക്സിഡൻറ്റ് സപ്ലിമെൻറ്റ്സ് ലങ് ക്യാൻസർ വരാതിരിക്കാൻ കഴിക്കരുത്. അത് വിപരീത ഫലമാണ് ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് ലങ് ക്യാൻസർ സാധ്യത വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. ഇത് പഠനങ്ങളുണ്ട്. അത് നമുക്ക് ഇവിടെ കാണിക്കാൻ പറ്റില്ല. പക്ഷേ നമുക്ക് അറ്റ്ലീസ്റ്റ് ഒന്ന് ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കിയാൽ തന്നെ ലങ് ക്യാൻസർ ആൻറ്റി ഓക്സിഡൻറ്റ് തെറാപ്പി നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിൻ്റെ റിസൾട്ടുകൾ വരുന്നതും. അതായത് ലങ് ക്യാൻസർ സാധ്യത വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ ആൾക്കാർ ഈ മലയാളികളുടെ ഒരു പൊതു സ്വഭാവം ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അതൊന്നും സ്വയം പരീക്ഷിക്കാതിരിക്കുകയാണ് നല്ലത്. പിന്നെ ഇന്ന് നമ്മൾ ഒരുപാട് മിത്തുകളൊക്കെ പറയാനുണ്ട്. അതിൽ നിന്ന് മുന്നോടിയായിട്ട് ഇന്ന് നമുക്ക് കോമൺ ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടത്, നമുക്ക് ഒരു ശ്വാസകോശ അർബുദം വന്നു എന്ന് നമ്മൾ എപ്പോഴാണ് തിരിച്ചറിയാൻ? എന്തൊക്കെയാണ് ശ്വാസതടസ്സം, ചുമക്കുമ്പോൾ രക്തം വരിക? അപ്പോൾ നമുക്ക് ക്ഷയത്തിനൊക്കെ നല്ല ചുമ വരാറുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഇതൊരു ശ്വാസകോശ അർബുദമാണെന്ന് സ്ഥിരീകരിക്കുന്നത്? എങ്ങനെയാണ് ഡോക്ടർ? അതാണ് നമ്മൾ ആദ്യം തന്നെ പറഞ്ഞതുപോലെ ശ്വാസകോശാർബുദം പലപ്പോഴും നമ്മൾ അല്പം ലേറ്റ് ആയിട്ടാണ് കണ്ടുപിടിക്കുന്നത്. കാരണം രോഗലക്ഷണങ്ങൾ കുറവായിരിക്കും. ഇപ്പം പ്രധാനമായിട്ട് സ്മോക്കേഴ്സിലാണ് ഇത് കാണുന്നതെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ സ്മോക്കേഴ്സിന് മിക്കവാറും ഒരു ചുമയുണ്ടാവുമായിരിക്കും. നമ്മൾ സ്മോക്കേഴ്സ് കഫ് എന്ന് പറയും. രാവിലെ എഴുന്നേറ്റിരുന്ന് അവരൊരു ചുമയൊക്കെ കഴിഞ്ഞിട്ടാണ് അവരവരുടെ പരിപാടി നോക്കുന്നത്. അപ്പോൾ ആ സ്മോക്കേഴ്സ് കഫ് അത് ആ ചുമയ്ക്കൊരു ടോൺ വ്യത്യാസം വന്നെങ്കിൽ അത് എന്തോ ഒരു പ്രശ്നമാണെന്ന് മനസ്സിലാക്കുക. അതല്ലാതെ വെറുതെ ഉള്ള ഒരാളാണെങ്കിൽ 3 ആഴ്ചയിൽ കൂടുതൽ നീണ്ടു നിൽക്കുന്ന ചുമ, അതും ഒരു ശ്വാസകോശാർബുദ ലക്ഷണമായിട്ട് വേണം കരുതാനായിട്ട്. പിന്നെയുള്ളതെന്ന് പറഞ്ഞാൽ രക്തത്തിൽ കഫത്തിൽ രക്തം കാണുക. അത് എപ്പോഴാണെങ്കിലും അതൊരു ഡേഞ്ചറസ് സിഗ്നലാണ്. അത് ക്യാൻസർ ആവണമെന്നില്ല, ബട്ട് കഫത്തിൽ ഒരിക്കലും രക്തം ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ അതും ഒരു ക്യാൻസർ ലക്ഷണമായിട്ട് നമുക്ക് കാണാൻ പറ്റും. പിന്നെയുള്ളത് നമുക്ക് ചിലപ്പോൾ സൗണ്ടിന് വ്യത്യാസം വരികയായിരിക്കും ചെയ്യുന്നത്. കാരണം ഇത് നെഞ്ചിലെ ലിംഫ് നോഡിൽ വന്നിട്ട് ശബ്ദം വരുന്ന നെർവിനെയൊക്കെ അഫക്റ്റ് ചെയ്തിട്ട് സൗണ്ട് വ്യത്യാസമായിട്ട് മാത്രം, ഹോഴ്സ്നെസ് എന്ന് പറയും, അതുപോലെയുള്ള സൗണ്ട് വ്യത്യാസമായിട്ടും ഇത് പ്രസൻറ്റ് ചെയ്യാം. പിന്നെയുള്ളത് ചിലപ്പോൾ മുഖത്ത് നീര് മാത്രമേ കാണുള്ളൂ. കാരണം ഇത് ഈ ലിംഫിനോടൊക്കെ വീങ്ങിയിട്ട് അങ്ങോട്ട് രക്തോട്ടം കുറഞ്ഞിട്ട് ഇത് മുഖത്തുള്ളൊരു വീക്കമായിട്ട് മാത്രം ഇത് പ്രത്യക്ഷപ്പെടാം. അല്ലെങ്കിൽ ചിലപ്പം ചെസ്റ്റ് പെയിൻ എന്ന് പറഞ്ഞാൽ മറ്റേ ഈ ഹാർട്ട് പെയിൻ വരുന്ന പോലെയല്ല, കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്ന നെഞ്ചിലെവിടെയുള്ള ഒരു ഭാഗത്ത് വേദനയായിട്ടും ഇത് വരാം. പിന്നെ ശ്വാസമുട്ടലായിട്ടും പ്രസൻറ്റ് ചെയ്യാം. അത് യൂഷ്വലി ഈ പറഞ്ഞ പോലെ സ്മോക്കേഴ്സിനായിരിക്കും പെട്ടെന്ന് ശ്വാസം മുട്ടൽ വരിക, അല്ലെങ്കിൽ ഗ്രാജുവലായിട്ടുള്ള ശ്വാസം മുട്ടൽ. ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ഈ ലങ് ക്യാൻസറിൻ്റെ ലക്ഷണങ്ങളായിട്ട് വരുന്നത്. ഇതൊന്നും ഇല്ലാതെ ഈ ചെസ്റ്റിനോട് റിലേറ്റഡോ അല്ലെങ്കിൽ നമ്മുടെ സൗണ്ടിനോടോ ഒന്നും ഇല്ലാതെ ഇത് മെറ്റാസ്റ്റേസ് ആയിട്ടത് ഈ ലങ് ക്യാൻസർ മറ്റു ഭാഗത്ത് പോയിട്ട് ബ്രെയിനിലോ അല്ലെങ്കിൽ അങ്ങനെ കൺവൾഷനോ ഹെഡ് ഏക്കോ അല്ലെങ്കിൽ ബോൺ ഫ്രാക്ചറോ ഒക്കെ ആയിട്ടും ഇത് പ്രസൻറ്റ് ചെയ്യാറുണ്ട്. കാരണം ഇതിനൊക്കെ കാരണം അന്വേഷിച്ച് ചെല്ലുമ്പോഴായിരിക്കും ഇത് ലങ് ക്യാൻസർ എന്ന് പറയുന്നത്. പിന്നെ വേറൊരു വിഭാഗം എന്ന് പറയുന്നത് ഇതൊന്നും ഉണ്ടാവില്ല, നമുക്ക് ഇതിനോട് റിലേറ്റഡ് ആയിട്ടൊന്നും ഉണ്ട്. അതിന് പാരാനിയോപ്ലാസ്റ്റിക് സിൻഡ്രോം എന്ന് പറയും. അതായത് ഈ ലങ് ക്യാൻസറിൻ്റെ നേരിട്ടുള്ള സിംറ്റംസ് അല്ല, അതിൻ്റെ അകത്ത് നിന്ന് വരുന്ന ഹോർമോൺസൊക്കെ ശരീരത്തൊക്കെ പോയിട്ട് അത് കൂടുതലായിട്ടുള്ള ഉണ്ടാകുന്നതിൻ്റെ ലക്ഷണങ്ങളായിട്ട് ചിലപ്പോൾ നമ്മുടെ ബ്രെയിനിൽ നമുക്ക് തലവേദന ഉണ്ടാവാം, അല്ലെങ്കിൽ നമ്മുടെ സ്വഭാവത്തിൻ്റെ വ്യത്യാസം വരാം. അങ്ങനത്തെ പോലെയുള്ള നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത, അല്ലെങ്കിൽ ചർമ്മത്തിന് തൊലിപ്പുറത്തുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളായിട്ടൊക്കെ വരാം. അങ്ങനെ പിന്നെ അത് കൂടാതെ ഒത്തിരി സിൻഡ്രോംസ് ഉണ്ട്. അങ്ങനെയും ഇത് പ്രസൻറ്റ് ചെയ്യാം.
അപ്പോൾ നമ്മളെല്ലാവരും മനസ്സിലാക്കി വെക്കുന്നത് ചുമ, അതുപോലെ തന്നെ രക്തം വരിക, ഇതൊക്കെയാണ്. പക്ഷെ ഇത്രയും സിംറ്റംസ് ഒരു ലങ് ക്യാൻസർ മുഴുവൻ ഞാൻ പറഞ്ഞില്ല, എന്നാലും ഏകദേശം ഒരു കാര്യങ്ങളാണ് ഞാൻ അപ്പോൾ പറഞ്ഞത്. ഇത് എല്ലാവർക്കും ഇതൊക്കെ കേൾക്കുമ്പോൾ ഒരു പേടിയായിരിക്കും. കാരണം നമ്മൾ സ്കിന്നിലൊക്കെ വരുമ്പോൾ സ്കിൻ ക്യാൻസർ അങ്ങനെയല്ലേ വരിക, ഈ ശ്വാസകോശ അർബുദം മൂലം അതിനാണ് സ്കിന്നിലൊക്കെ നമ്മൾ പ്രശ്നം വരും അല്ലേ? വരാം. അതാണ് ഈ ലങ് ക്യാൻസറിന്റെ പ്രത്യേകം നമ്മൾ ഇതിനെക്കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്യാനുള്ള ഒരു കാരണം അത് തന്നെയാണ്. അതെ അതെ. അപ്പോൾ ഇതൊന്നും പലർക്കും അറിയില്ല, ഇങ്ങനെയൊക്കെ ലക്ഷണങ്ങൾ വരുമോയെന്ന്. മാത്രമല്ല ഈ ബ്ലഡൊക്കെ വരുന്ന നമ്മൾ രക്തം നമ്മൾ ഒരുപാട് ഈ ജലദോഷമൊക്കെ വന്ന് നമ്മൾ കാണിക്കാതെയൊക്കെ വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ എൻ്റെയൊക്കെ മൂക്കുന്ന ബ്ലഡ് അങ്ങനെ വന്നിട്ട് ഞാൻ ക്യാൻസർ ആണെന്നൊക്കെ പറഞ്ഞ് പേടിച്ച് പോയിട്ടുണ്ട്. അപ്പോൾ അന്നേരം തന്നെ ഹോസ്പിറ്റലിലൊക്കെ പോയിട്ട് അതല്ല എന്ന് അതൊക്കെ എങ്ങനെയാണ് ഡോക്ടർ നമ്മളിങ്ങനെ അത് നമ്മുടെ അക്യൂട്ട് ഇൻഫെക്ഷൻ, ഇപ്പം പിന്നെ ചുമയും പനി, വെറുതെ ഇരിക്കുന്ന ആൾക്ക് ചുമയും പനിയും വന്നു, അല്ലെങ്കിൽ നമ്മൾ ഒത്തിരി തൊണ്ടയിലൊരു ഇൻഫെക്ഷൻ വന്നു, തൊണ്ടയ്ക്ക് വേദനയായി, ആ കൂട്ടത്തിലൊക്കെ വരുന്നത് അത് സെൽഫ് ലിമിറ്റിങ്ങാണ്. അത് ഒരു ഒന്നുകിൽ നമ്മൾ എന്തെങ്കിലും ആൻറ്റിബയോട്ടിക് കഴിക്കുമ്പോഴോ അല്ലെങ്കിൽ അതിനൊരു ചികിത്സ എടുത്ത് കഴിയുമ്പോൾ അതങ്ങ് സബ്സൈഡ് ചെയ്യും, പിന്നെ വരില്ല. മറ്റേത് അങ്ങനെയല്ല, എന്ത് ചെയ്താലും അത് അവിടെ തന്നെ ഉണ്ടാവും. അപ്പോൾ ഈ പുക വലിക്കുന്നവരൊക്കെ ആദ്യം നമ്മൾ നേരത്തെ പറഞ്ഞാൽ രോഗനിർണയം പെട്ടെന്ന് നമ്മൾ വേറെ എവിടെയെങ്കിലും മുഴയൊക്കെ ആയിട്ട് നമുക്ക് പേടിയായിട്ട് ഇപ്പോൾ മുഴ എന്തെങ്കിലും വന്നാൽ ആൾക്കാർ പോയി ഡോക്ടറെ കാണിക്കും. ഇതെന്ന് വെച്ചാൽ ഒരു 4th സ്റ്റേജ്, ഒരു 3rd സ്റ്റേജ് 4th സ്റ്റേജ് ഒക്കെ ആകുമ്പോഴാണ് ഇപ്പോൾ പുക വലിക്കുന്നവരായാലും ഇങ്ങനെ കൂടി നിൽക്കുമ്പോൾ മറ്റാരുടെയും അഡ്വൈസ് കൊണ്ടൊക്കെ ആയിരിക്കും ഡോക്ടറിൻ്റെ അടുത്തൊക്കെ വരുന്നത്. അപ്പം ഡോക്ടറിൻ്റെ അടുത്ത് വരുന്ന രോഗികളിൽ ഭൂരിഭാഗം പേരും ഏത് സ്റ്റേജിലാണ് വരുന്നത്? അപ്പോൾ അവരെന്തൊക്കെ സിംറ്റംസ് കൊണ്ടാണ് ഇങ്ങനെ വരാറ്? ഈ പുകവലിക്കുന്നവരാണോ കൂടുതൽ വരാറ്? പുകവലിക്കുന്നവരാണ് കൂടുതലും വരാറുള്ളത്. മിക്കവാറും ഭൂരിഭാഗവും സ്റ്റേജ് 4ലാണ് എത്തുന്നത്. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഈ സിംറ്റംസ് എല്ലാവരും നെഗ്ലക്റ്റ് ചെയ്യും. ചെറിയ ചെറിയ സിംറ്റംസ് ആയിരിക്കും, അത് കുറേ നാൾ കൊണ്ടു നടക്കും. മിക്കവാറും നമ്മുടെ ഇവിടെ വരുന്ന ക്ലിനിക്കൽ പ്രാക്ടീസിൽ കാണുന്ന ഭൂരിഭാഗം പേരും സ്റ്റേജ് 4ലാണ് വരാറുള്ളത്. അതാണ് ഈ ലങ് ക്യാൻസർ നിൽക്കുമ്പോൾ എല്ലാവരും പേടിക്കുന്നത്. കാരണം വരുമ്പോഴത്തേക്കും സ്റ്റേജ് 4 ആണെന്നുള്ള വാക്ക് കേൾക്കുമ്പോൾ, അതായത് സ്റ്റേജ് 4 നമുക്കറിയില്ല, ക്യൂർ ചെയ്യാൻ പറ്റില്ല, കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാനേ പറ്റുള്ളൂ. ഏതാണ്ട് നല്ലൊരു ശതമാനം, അത് ഭൂരിഭാഗവും തന്നെ സ്റ്റേജ് 4 അല്ലെങ്കിൽ അഡ്വാൻസ്ഡ് സ്റ്റേജ് 3ലാണ് പ്രസൻറ്റ് ചെയ്യാറുള്ളത്. ഏർലി സ്റ്റേജിൽ കിട്ടുന്നത് വളരെ കുറവാണ്. അപ്പോൾ അതൊക്കെ ആ ഒരു കാര്യമാണ് നമ്മളിത് നേരത്തെ കണ്ടുപിടിക്കണം അങ്ങനെയുള്ള ആ കാര്യം ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയാണ് ഇതുപോലുള്ള വീഡിയോ ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. നേരത്തെ കണ്ടുപിടിക്കണം എന്ന് പറയുമ്പം അത് എങ്ങനെയാണ് നമ്മളൊന്ന് നേരത്തെ സ്ക്രീനിങ്? ഇപ്പോൾ ഒരുപാട് നമുക്കൊരു ബ്ലഡ് ടെസ്റ്റിലൂടെ ഒന്നും നമുക്കിത് കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പോൾ ഇത് എങ്ങനെയാണ് നേരത്തെ നമ്മൾ ഒരു ചെറിയ സിംറ്റംസ് കാണുമ്പോൾ തന്നെ നമ്മൾ വന്ന് നമ്മളൊന്ന് വന്ന് ട്രീറ്റ് ചെയ്താൽ ഒന്ന് ഡോക്ടറെ കാണിച്ചാൽ മതിയോ? എങ്ങനെയാണ് ഇതിൻ്റെ സ്ക്രീനിങ് നമ്മൾ പ്രധാനമായിട്ട് സ്മോക്കേഴ്സിനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 40 വയസ്സ് ഒരു എനിവേ ലങ് ക്യാൻസർ ചെറിയ പ്രായത്തിലും വരാം. യൂഷ്വലി 40 കഴിയുമ്പോഴാണ് ഇത് വരുന്നത്. കാരണം വെച്ചാൽ ഈ സ്മോക്കിങ്ങിൻ്റെ എഫക്റ്റൊക്കെ നമ്മുടെ ശരീരത്തിൽ വന്ന് നമ്മുടെ DNA ഡാമേജൊക്കെ ഉണ്ടായി വരുന്നത് 40 വയസ്സിന് ശേഷമാണ്. അപ്പം ആ പ്രായം തൊട്ട് 40 തൊട്ട് 80 വയസ്സ് വരെയുള്ളവരെ സ്ക്രീൻ ചെയ്യണമെന്നാണ് നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത്. വർഷത്തിൽ ഒരു പ്രാവശ്യം CT സ്കാൻ എടുക്കുക. CT സ്കാൻ ഫോർമൽ CT സ്കാൻ അല്ല, ലോ ഡോസ് CT സ്കാൻ എന്ന് പറയും. അതായത് അതിൻ്റെ റേഡിയേഷൻ എക്സ്പോഷർ കുറയ്ക്കാൻ വേണ്ടിയാണ് ഈ ലോ ഡോസ് CT സ്കാൻ ചെയ്യുന്നത്. ഇയർലി ഒരു പ്രാവശ്യം ചെയ്യുക, 40 വയസ്സ് മുതൽ 80 വയസ്സ് വരെയുള്ള. 40 വയസ്സിൽ താഴെയുള്ള സ്മോക്കറാണെങ്കിലും നമ്മൾ ഈ ഇയർലി സ്ക്രീനിങ് റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് നമുക്ക് സിംറ്റംസ് ഉണ്ടാകുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഏർലി സ്റ്റേജിൽ കണ്ടുപിടിക്കാം, ശ്വാസകോശാർബുദം കണ്ടുപിടിക്കാൻ സാധിക്കാം. അപ്പോൾ ഇപ്പം തന്നെ ഡോക്ടർ പറഞ്ഞു, ഇപ്പം ഒരു മിത്താണ് 50-60 വയസ്സ് കഴിഞ്ഞവർക്ക് മാത്രമേ ഈ ശ്വാസകോശാർബുദം വരുമെന്ന്. പക്ഷേ നേരത്തെ നമ്മൾ എത്ര നേരത്തെ പുകവലിക്കുന്നോ അത് അടിസ്ഥാനപ്പെടുത്തിയായിരിക്കുമോ ശ്വാസകോശാർബുദത്തിൻ്റെ? നമ്മുടെ സ്മോക്ക് ഇയേഴ്സ് എന്ന് പറയും. അതായത് നമ്മുടെ ഒരു ദിവസം എത്ര വലിക്കുന്നു, എത്ര വർഷം വലിച്ചു, ഏത് ഏജിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതനുസരിച്ച് നമ്മുടെ ലങ് ക്യാൻസർ സാധ്യത കൂടിക്കൊണ്ടിരിക്കും. നമ്മൾ ചെറുപ്രായത്തിൽ സ്റ്റാർട്ട് ചെയ്യുന്നതും കൂടുതൽ വലിക്കുന്നതും കൂടുതൽ നമ്പർ വലിക്കുന്നതനുസരിച്ച് നമ്മുടെ ലങ് ക്യാൻസർ സാധ്യത വർദ്ധിക്കും. അപ്പോൾ പലരും പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ ഉപയോഗിക്കുന്നത് നിക്കോട്ടിൻ്റെ അളവ് കുറഞ്ഞിട്ടുള്ള, ടാർ കണ്ടൻറ്റ് കുറഞ്ഞിട്ടുള്ള സിഗരറ്റാണ്. ഈ ഗോൾഡൊക്കെ 6 രൂപക്കൊക്കെ കിട്ടുമല്ലോ, അതതിൻ്റെ ലാസ്റ്റുള്ള അതൊക്കെ ഭയങ്കര ലോ ആണ്. മിക്സ് ബോർഡൊക്കെ പോലത്തെ വലിയ പൈസയുള്ള സിഗരറ്റാണ്, അതിൽ കണ്ടൻറ്റ് ഇത് കുറവാണ്, നിക്കോട്ടിൻ കണ്ടൻറ്റ് കുറവാണ്. പക്ഷെ അങ്ങനെയൊക്കെ പറയുന്നില്ല, എന്തെങ്കിലും ഒരു അടിസ്ഥാനമുണ്ടോ? ഒരു അടിസ്ഥാനമില്ല. നമുക്ക് വില കൂടുതൽ കൊടുക്കാം, കുറച്ചൊരല്പം ടാർ കണ്ടൻറ്റ് കുറവായിരിക്കും, പക്ഷേ ക്യാൻസർ സാധ്യത രണ്ടും ഈക്വലായിരിക്കും, ഒരു വ്യത്യാസമില്ല. ഈ ലൈറ്റ്സ് എന്ന് പറയുന്നതും ലോ ടാർ എന്ന് പറയുന്നതും ആയ സിഗരറ്റും നോർമൽ സിഗരറ്റുമായിട്ട് ലങ് ക്യാൻസർ സാധ്യതയ്ക്ക് യാതൊരു വ്യത്യാസവുമില്ല. അതൊരു മിത്താണത്. അതുമാത്രമല്ല, അങ്ങനെ വലിക്കുമ്പോൾ നമ്മൾ കൂടുതൽ വലിച്ചു, അത് 2 വലിക്കുന്നതാണെങ്കിൽ ഇത് കൂടുതലായിട്ട് അങ്ങനെയില്ല. അങ്ങനെയുണ്ടോ അതറിയില്ല. അതല്ല, ഞാൻ ഒരുപാട് സിഗരറ്റ് വലിക്കുന്ന ആൾക്കാരെയൊക്കെ ഒന്ന് കണ്ടായിരുന്നു. അപ്പോൾ ചോദിച്ചിട്ടപ്പോൾ ഇതാണ് അവർക്കൊരു ഫോൾസ് കോൺഫിഡൻസ് ആണ്. അതായത് ലൈറ്റ്സ് വലിച്ചാൽ
ക്യാൻസർ വരില്ല, അപ്പം ഒന്ന് രണ്ടെണ്ണം കൂടുതൽ വലിച്ചാൽ എന്താന്നുള്ള മട്ടില്ല. കാരണം ഇവർക്ക് വലിക്കുന്ന എല്ലാവർക്കും അറിയാം ഇത് പിന്നെ ലങ് ക്യാൻസർ സാധ്യത വർദ്ധിപ്പിക്കും, അതുകൂടാതെ മറ്റു പ്രശ്നമാണ്. കാരണം ഓരോ പാക്കറ്റിൻ്റെ പുറത്തും ഇവർ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല, നമ്മൾ സർക്കാർ തലത്തിൽ തന്നെ ബോധവൽക്കരണം ഇഷ്ടം പോലെ നടക്കുന്നുണ്ട്. അതിന്റെ ആ ഫോട്ടോ അതിലെ ഫോട്ടോ കണ്ടാൽ തന്നെ നമുക്കത് വലിക്കാൻ തോന്നില്ല. പക്ഷെ എന്നിട്ടും അതാണ് നിക്കോട്ടിൻ്റെ അഡിക്ഷൻ എന്ന് പറയുന്നത്. ഈ നിക്കോട്ടിനാണ് അതിൻ്റെ അകത്തെ പ്രശ്നം. നിക്കോട്ടിൻ നമുക്ക് വീണ്ടും 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 വലിക്കാനുള്ള പ്രേരണ നൽകും. അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ഇതൊക്കെ കണ്ടാലും ഇന്ന് നമ്മൾ നിർത്തണമെന്ന് വിചാരിച്ചാലും അടുത്ത ദിവസം സമയമാകുമ്പോഴത്തേക്ക് നിക്കോട്ടിൻ ലെവൽ കുറയുമ്പോൾ നമുക്ക് അറിഞ്ഞു വരും, നമുക്ക് വലിക്കും. ആ ഒരു അഡിക്ഷൻ ആയിട്ട് തന്നെ ഇങ്ങനെ കൂടി ഇപ്പം ടീനേജേഴ്സ് ആണെങ്കിലും ഇപ്പോൾ എല്ലാവരും എത്ര അവബോധം കൊടുത്താലും സിഗരറ്റിന് അഡിക്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ ഇപ്പോൾ എല്ലാവരും പറയുന്നത് നമ്മൾ ഇപ്പോൾ ടീനേജേഴ്സൊക്കെ ആണെങ്കിൽ കഞ്ചാവാണ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. കഞ്ചാവ് നമ്മൾ ടൊബാക്കോ അല്ലല്ലോ യൂസ് ചെയ്യുന്നത്, കഞ്ചാവാണ്. കഞ്ചാവ് വലിക്കുന്നത് കൊണ്ട് ഒരു കുഴപ്പമില്ല എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. അതൊക്കെ ഒരു മിത്താണ്. അപ്പോൾ കഞ്ചാവിൻ്റെ പുകയും ഈ ടൊബാക്കോൻ്റെ പുകയും തമ്മിൽ ഈക്വലാണ്. ഇതിൽ എന്തെങ്കിലും ഒരു അടിസ്ഥാനം ഉണ്ടോ? അത് ബേസിക്കലി ടെട്രഹൈഡ്രോകനാബിനോൾ എന്ന് പറഞ്ഞൊരു സാധനത്തിൻ്റെ എഫക്റ്റാണ് ഈ കഞ്ചാവ് വലിക്കുമ്പോൾ കിട്ടുന്നത്. പക്ഷേ അതിൻ്റെ ഡയറക്റ്റ്ലി അതിന് വേറെ പ്രശ്നങ്ങളാണ്, ബ്രെയിൻ റിലേറ്റഡ് കാര്യങ്ങളൊക്കെയാണ് അതിന് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ. പക്ഷേ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഈ കഞ്ചാവ് വലിക്കുമ്പം ടുബാക്കോയായിട്ട് മിക്സ് ചെയ്താണ് ഇത് വലിക്കുന്നത്, അല്ലാതെ പ്യുവർ ഇത് സാധനം തന്നെ കത്തിക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഈ എന്താ പറയുക, ഒരു എക്സ്ട്രാ അഡീഷണൽ ഹാമും കൂടെയാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ സാധാരണ സ്മോക്കിങ്ങിനൊക്കെ കൂടുതൽ അതിൻ്റെ അകത്ത് ടുബാക്കോയുണ്ട്, കൂട്ടത്തിൽ കഞ്ചാവ് ഡബിൾ എഫക്റ്റാണ്. അതുകൊണ്ട് ഒരിക്കലും അത് സേഫ് അല്ല, അത് തെറ്റാണ്. കാരണം ഇത് രണ്ടുകൂടെ മിക്സ് ചെയ്താണ്. കാരണം ഇന്ന് നമ്മുടെ ന്യൂസിലൊക്കെ എല്ലാവരും കഞ്ചാവ് പിടിക്കപ്പെടുന്നവരെല്ലാം ചെറിയ കുട്ടികളും ഒരു 18-19 വയസ്സ് മുതലാണ് ഇപ്പോൾ സ്ത്രീകളായാലും എല്ലാവരും ഇങ്ങനെ പിടിക്കപ്പെടുന്നത്. അപ്പോൾ എല്ലാവരും പറയുന്നത് കഞ്ചാവ് കുഴപ്പമില്ല, മറ്റ് രാജ്യങ്ങളിലൊക്കെ അംഗീകരിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഇന്ത്യയിലില്ല. പക്ഷെ അതുകൊണ്ടൊരു കുഴപ്പമില്ല വലിക്കുന്നതിനെന്നൊക്കെയാണ് ആൾക്കാരുടെ ഒരു തെറ്റാണ്. കാരണം വെച്ചാൽ അത് കത്തിച്ച് ഇത് ടുബാക്കോ മിക്സ് ചെയ്താണ് മെയിൻലി ഉപയോഗിക്കുന്നത്. അല്ലാതെ തന്നെ ഇത് കത്തിക്കുമ്പോഴത്തേക്ക് അതിൻ്റെ അകത്ത് ഒത്തിരി എന്താ പറയുക ഡാമേജിങ് കെമിക്കൽസ് ഉണ്ടാകുന്നുണ്ട് ഈ ടെട്രഹൈഡ്രോകനാബിനോൾ കൂടാതെ. അതുകൊണ്ട് ഒരു കഞ്ചാവ് ഒട്ടും സേഫ് അല്ല. പിന്നെ എന്താ പറയുക, റിക്രിയേഷണൽ ഡ്രഗായിട്ട് അവർ ചില ലിമിറ്റഡ് യൂസിന് വേണ്ടി അവർ സമ്മതിച്ചിട്ടുണ്ട്. അപ്പോൾ അത് മിക്കവാറും ഈ എന്താ പറയുക ഇതുപോലെ കത്തിച്ച് വലിക്കുന്ന പരിപാടികളല്ല, അല്ലാത്ത പല രീതിയിലും കൺസ്യൂം ചെയ്യാനായിട്ടാണ് അവർ അനുവദിച്ചിരിക്കുന്നത്. പക്ഷേ അതും സേഫ് അല്ല നമുക്ക്. പിന്നെയെന്ന് പറയുന്നത്, പിന്നെ ഡോക്ടർ ഞാനൊരു കാര്യം ചോദിച്ചു, ഒരാൾ ഇപ്പോൾ എൻ്റെ കുടുംബത്തിലുള്ള കുറച്ച് ആൾ ആദ്യമൊക്കെ സിഗരറ്റ് വലിക്കണം, പിന്നെ കുറേ നാൾ നിർത്തി. എൻ്റെ ചെറുപ്രായത്തിലൊക്കെ എൻ്റെ അച്ഛനൊക്കെ വലിച്ചിട്ടുണ്ട്. അപ്പം പക്ഷേ കുറേ നാൾ അത് പിന്നെ നിർത്തി, എൻ്റെ ചെറുപ്പം തൊട്ട് നിർത്തിയിട്ടുണ്ട്. അപ്പം നമ്മളൊരു 10 വർഷം സിഗരറ്റ് വലിച്ചു, എന്നാൽ 20 വർഷം നമ്മൾ സിഗരറ്റ് വലി നിർത്തി. അപ്പോൾ അവരിൽ എത്രത്തോളം സാധ്യതയുണ്ട് ഒരു ക്യാൻസർ വരാനായിട്ട്? പലരും പറയുന്നത്, ഞാൻ സിഗരറ്റ് വലി തുടങ്ങി, ഇനി ഏതായാലും ഇത് വരും, നിർത്തിയിട്ടൊന്നും കാര്യമില്ല എന്ന് പറയുന്നവരുണ്ട്. അപ്പോൾ അത് തീർത്തും തെറ്റാണ്. നമ്മൾ സിഗരറ്റ് വലി ഇന്ന് നിർത്തിയാൽ 1 മണിക്കൂർ കഴിയുമ്പോൾ തന്നെ നമുക്കതിൻ്റെ ഗുണഫലങ്ങൾ കിട്ടിത്തുടങ്ങും. നമ്മുടെ പല അസുഖത്തിനുള്ള, അതായത് ഈ പറഞ്ഞ ക്യാൻസർ കൂടാതെയുള്ള കാർഡിയാക്ക്, ലങ്, ബാക്കി ഒത്തിരി നമ്മുടെ ശരീരത്തിനേറ്റ ക്ഷതങ്ങൾ കുറഞ്ഞു നടക്കും നമ്മൾ വലി നിർത്തി 1 മണിക്കൂർ കഴിയുമ്പോൾ തന്നെ. അത് മുമ്പോട്ട് പോകും തോറും നമ്മളൊരു വലി നിർത്തി ഒരു 10 ഇയേഴ്സ് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ ആ കാർഡിയാക്കും മറ്റു കാര്യങ്ങളൊക്കെ നല്ലപോലെ കുറയും. ക്യാൻസർ സാധ്യത ഒരു 30% കുറയും. നമ്മളൊരു 15 ഇയേഴ്സ് വലിക്കാതിരിക്കുമ്പോഴത്തേക്ക് നമുക്കൊരു 50% നമ്മുടെ ക്യാൻസർ സാധ്യത കുറയും. അതനുസരിച്ച് നമ്മൾ മുമ്പോട്ട് പോകുന്നതനുസരിച്ച് നമ്മുടെ റിസ്ക് കുറഞ്ഞു വരും. അത് പ്യുവർലി നമ്മുടെ ഈ ക്യാൻസർ റിസ്ക് കൂടാതെ നമ്മുടെ ഈ ക്യാൻസറിനെ തടയാനുള്ള നമ്മുടെ ഇമ്മ്യൂണിറ്റിയൊക്കെ ഇമ്പ്രൂവ് ചെയ്യും. മറ്റേ നമ്മളതുകൊണ്ട് ആ ക്യാൻസർ റിസ്ക് എന്ന് പറഞ്ഞാൽ മാത്രം നോക്കിയിട്ട് കാര്യമില്ല. കാരണം പുകവലിക്കുന്ന ആൾക്ക് ശരീരത്തിൻ്റെ ഇമ്മ്യൂണിറ്റി കുറവായിരിക്കും. അപ്പോൾ അതിൻ്റെ കൊണ്ട് തന്നെ ഈ പുകയിലയുടെ എഫക്റ്റ് നമ്മുടെ ശരീരത്തിൽ കൂടുതലുണ്ട്. അതുകൊണ്ട് ഏത് പ്രായത്തിലും നിങ്ങൾ 60 വയസ്സാണെങ്കിലും ഇന്ന് നിർത്തിയാൽ നിങ്ങൾക്ക് അതിൻ്റെ ബെനിഫിറ്റ് ഉണ്ടായിരിക്കും. ബെനിഫിറ്റ് ഉറപ്പായാലും കിട്ടും. എന്ന് വെച്ചാൽ പെട്ടെന്ന് നിർത്താനും പറ്റില്ല, അങ്ങനെ ഒരു സാഹചര്യം ഉള്ളതുകൊണ്ട്. പക്ഷെ എന്നാൽ നമ്മളെല്ലാം മൈൻഡിൻ്റെ പ്രശ്നമാണ്. നമ്മൾ വിചാരിച്ചാൽ നിർത്താൻ പറ്റും. ഡെഫിനറ്റ്ലി നമുക്ക് നിർത്താൻ പറ്റും. പിന്നെ നമ്മൾ അതിനുവേണ്ടി നമ്മൾ ആ കാര്യം മനസ്സിലാക്കി ഇപ്പം പല രീതിയിലുള്ള ടുബാക്കോ സെസേഷൻസ് നമുക്ക് അവൈലബിൾ ആണ്. അതായത് തന്നെത്താൻ ധൈര്യമില്ലാത്തവർക്ക് സഹായിക്കാനായിട്ട് നിരവധി വിമൻ ഹോസ്പിറ്റലാണെങ്കിലുണ്ട്, അല്ലെങ്കിൽ ഉണ്ട്. അവരത് പറഞ്ഞ് നിർത്താനായിട്ടുള്ള സംവിധാനങ്ങൾ ചെയ്തു തരും, അത് നിർത്തും. അങ്ങനെ ഒത്തിരി ആൾക്കാർ ഈ പുകവലിയിൽ നിന്ന് രക്ഷപ്പെടുന്നുണ്ട്. പിന്നെ പുകവലി അല്ലാതെ ഡോക്ടറിൻ്റെ അടുത്ത് വരുന്ന രോഗികളിൽ സ്ത്രീകൾ കൂടുതലായിട്ടുണ്ട്. എങ്ങനെയുള്ള ആൾക്കാരാണ് പിന്നെ ഡോക്ടറിൻ്റെ അടുത്ത് എത്തുന്നത്? അതിൻ്റെ ബേസിക്കലി ഇതാണ് സംഭവം. പുകയിലയാണ് ഇവരിലും പ്രശ്നങ്ങൾ കൂടുതൽ ഉണ്ടാക്കാനുള്ള കാരണം. കാരണം പുകയില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് സ്മോക്കിംഗ് എന്ന് സ്മോക്ക് എടുത്തു കഴിഞ്ഞിട്ട് ഞാനിത് വലിക്കുകയാണെങ്കിൽ, ഞാനിത് ഈ റൂമിലിരുന്ന് വലിച്ചു കഴിഞ്ഞാൽ ഞാൻ വലിച്ചിട്ട് ഞാൻ എൻ്റെ ഒരു
30% അകത്തെടുത്തിട്ട് ബാക്കി 70% പുറത്തേക്ക് വിടുകയാണ്. അപ്പോൾ ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കുമാണ് അത് നമ്മൾ വീതിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ജീവിതത്തിൽ ആദ്യം നമ്മളിപ്പോൾ സ്ത്രീകളോട് ചോദിച്ചാൽ കേരളത്തിൽ ചോദിച്ചു കഴിഞ്ഞാൽ വലിക്കുന്നതെന്ന് വെച്ചാൽ ഇല്ല. പക്ഷേ ഇവരെല്ലാവരും ഈ ഞാൻ വലിച്ച ഈ പുകയിലയുടെ ബാക്കി 70% ഇവരാണ് വലിച്ചെടുത്തത്. അപ്പോൾ ഈ സെക്കൻഡ് ഹാൻഡ് സ്മോക്ക്. ഇനി വേറൊരു ഗ്രൂപ്പുണ്ട്, തേർഡ് ഹാൻഡ് സ്മോക്ക് എന്ന് പറയും. അതായത് നമ്മൾ ഇപ്പോൾ ഒരു സ്മോക്കേഴ്സിൻ്റെ ഫാമിലിയാണെന്ന് വിചാരിച്ചു. ആ സ്മോക്കറിൻ്റെ ഫാമിലി അയാളുടെ വീട്ടിൽ ഈവൻ നമ്മുടെ ചെടിച്ചട്ടി അല്ലെങ്കിൽ ഈ സ്ട്രോഫായ എല്ലാത്തിലും ഇതിൻ്റെ കണങ്ങൾ പറ്റിയിരിക്കും. അത് നമ്മുടെ കുട്ടികളായിരിക്കുമ്പോൾ തന്നെ, നമ്മുടെ ചെറിയ കുട്ടികളെല്ലാം നടക്കുന്നവർ അവരൊക്കെ തൊട്ടും ഒക്കെ ആയിട്ട് ഈ പ്രോഡക്ട്സ് നമ്മുടെ അകത്തേക്ക് കഴിക്കും. അതിനെ നമ്മൾ തേർഡ് ഹാൻഡ് സ്മോക്ക് എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഈ നമ്മൾ വിചാരിക്കും ഇവരാരും വലിച്ചിട്ടില്ല അതുകൊണ്ടാണ്. പക്ഷേ അപ്പോൾ ഈ കൊച്ചു കുട്ടികൾ വരെ ഈ പുകയിലയുടെ എക്സ്പോഷറിലേക്ക് വരികയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ സ്ത്രീകളാണെങ്കിൽ പോലും ഇതിൻ്റെ എല്ലാം കാരണം സ്മോക്ക് തന്നെയാണ്, അപ്പോൾ പുകയില തന്നെയാണ്. അപ്പോൾ പുകയില നമ്മുടെ സമൂഹത്തിൽ നിന്ന് മാറ്റിയെങ്കിലേ നമുക്ക് ഇതിൻ്റെ എഫക്റ്റ് കുറയ്ക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ചിലർ പറയും നമ്മൾ സ്ത്രീകളാണ്, ഞാൻ വലിച്ചിട്ടില്ല, വേണ്ടില്ലേ ക്യാൻസർ വന്നു, പിന്നെ ഞാൻ എന്താ ഇത്ര വലിയ ചെയ്യേണ്ട കാര്യമില്ലല്ലോ. പക്ഷേ ഇതാണ് കാരണം. ഇൻഡയറക്റ്റ് സ്മോക്ക്, സെക്കൻഡ് ഹാൻഡ് സ്മോക്ക്, തേർഡ് ഹാൻഡ് സ്മോക്ക് വഴിയൊക്കെ ഇവരും ടുബാക്കോക്ക് എക്സ്പോഷർ ഉണ്ടാകും. അതുകൊണ്ടാണ് ഈ സ്ത്രീകളിലും ശ്വാസകോശാർബുദം അല്ലെങ്കിൽ ലങ് ക്യാൻസർ നമ്മളിപ്പോൾ കൂടുതലായിട്ട് കണ്ടുവരുന്നത്. ഞാൻ ചോദിക്കാനിരുന്നതായിരുന്നു. നമ്മളിപ്പോൾ ഈ ഡോക്ടർ പറഞ്ഞ കാര്യം തന്നെ, ഇപ്പോൾ കൂടിയിരിക്കുന്ന ആരെങ്കിലും സിഗരറ്റ് വലിച്ചാൽ അതിൻ്റെ ഇരട്ടി എഫക്റ്റാണ് നമ്മൾ അത് പുക ശ്വസിക്കുന്നവർക്ക്. അപ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും സെയിം എഫക്റ്റ് തന്നെയാണോ? ആർക്കാണ് കൂടുതലായിട്ട് എഫക്റ്റ്? കൂടുതൽ നമ്മൾ വലിക്കുന്ന ആൾക്കാണ്. പക്ഷേ അതിന് തൊട്ടടുത്തിരിക്കുന്ന ആൾക്കാർക്ക് അതിനനുസരിച്ച് അത്രയും വന്നില്ലെങ്കിലും ഏതാണ്ട് ഒരു 80% എഫക്റ്റ് ഉണ്ടാവും. 80% നമുക്കത് കിട്ടും. പിന്നെ ഇത് വലിക്കാതിരുന്നിട്ട് നമ്മൾ, അതുകൊണ്ടാണ് നമ്മുടെ ഈ സമൂഹത്തിൽ നിന്ന് ഇവനെ പുകയില കളയണമെന്ന് പറയുന്നത്. അതുകൊണ്ടാണ് വഴി നിന്ന് വലിക്കരുത്. കാരണം പബ്ലിക്കാണ്. ഇതുവരെ ജീവിതത്തിൽ പുകയില ഉപയോഗിക്കാത്തവർ എന്തുകൊണ്ട് മറ്റുള്ളവൻ വലിക്കുന്നതിൻ്റെ എഫക്റ്റ് നമുക്ക് കിട്ടണം. അതുകൊണ്ടാണ് പിന്നെ പബ്ലിക്കായിട്ട് വലിക്കരുത് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ സ്മോക്ക് സോണൊക്കെ ആക്കി കുറയും. എന്നാലും അതൊക്കെ ഒരു പരിധി വരെയേ ഉള്ളൂ. എന്നാലും അത് സ്മോക്കല്ലേ, അത് പടരും. ഇതാരും ഇപ്പം നമ്മളൊരു ഡോക്ടർ പറഞ്ഞല്ലോ എവിടെയെങ്കിലും ഇങ്ങനെ അത് എത്ര നേരം നമ്മളൊരു റൂമിലിരുന്ന ഒരാൾ സിഗരറ്റ് വലിച്ചാൽ അത് എത്ര നേരം ആ റൂമിൽ അതിൻ്റെ ആ ഒരു അത് നമ്മൾ എത്ര ക്വാണ്ടിറ്റി വലിക്കുന്നു, എത്ര നാളായിട്ട് ഉപയോഗിക്കുന്നതനുസരിച്ചിരിക്കും. ആദ്യം അതിൻ്റെ സെക്കൻഡ് ഹാൻഡ് സ്മോക്കിൻ്റെ കാര്യമാണ്. അതുണ്ടാവും. അതൊരു ദിവസമൊക്കെ കഴിഞ്ഞാൽ റൂമൊക്കെ തുറന്നിട്ട് നമ്മൾ ഫാനൊക്കെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതങ്ങ് പോകും. പക്ഷേ ഈ തേർഡ് ഹാൻഡ് സ്മോക്ക്, അതായത് നമ്മൾ ഈ നമ്മുടെ സോഫയിൽ, നമ്മുടെ ബെഡ്ഷീറ്റിൽ അല്ലെങ്കിൽ നമ്മുടെ ഈ സർഫസിലൊക്കെ പോയി പറ്റിപ്പിടിച്ചിരിക്കുന്ന തേർഡ് ഹാൻഡ് സ്മോക്ക്, അത് അവിടെ തന്നെ ഉണ്ടാവും. വർഷങ്ങളോളം അവിടെ തന്നെ ഉണ്ടാവും. വർഷങ്ങളോളം നമുക്കത് ഒന്നും ചെയ്യാൻ കഴിയില്ല. പിന്നെ വേറെ ഒന്ന് ചോദിക്കാനുള്ളത്, നമ്മൾ നേരത്തെ ഡോക്ടർ പറഞ്ഞ കാര്യമാണ് പ്ലാസ്റ്റിക് ഒക്കെ കത്തിക്കുമ്പോൾ. ഈ പ്ലാസ്റ്റിക് കത്തിക്കുമ്പോൾ അതുപോലെ തന്നെ നമ്മൾ കാറൊക്കെ ഈ വെയിലത്ത് നിർത്തിയിട്ടിട്ട് മണിക്കൂറുകളോളം നിർത്തിയിട്ടിട്ട് നമ്മൾ കാറിൻ്റെ അകത്തേക്ക് കയറുമ്പോൾ ഒരു പ്ലാസ്റ്റിക് ഒക്കെ കത്തിയ പോലത്തെ ഒരു മണം ഉണ്ടാവും. അപ്പോൾ ഒരുപാട് സോഷ്യൽ മീഡിയയിലൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്, ഇതെന്താണെന്ന് വെച്ചാൽ കുറച്ച് നേരം ഡോറൊക്കെ തുറന്നിട്ട് അതിൻ്റെ ആ സ്മെല്ലൊക്കെ പോയി കഴിഞ്ഞിട്ടേ നമ്മൾ AC ഒക്കെ ഓണാക്കിയിട്ട് പോകാവൂന്ന്. അപ്പോൾ അത് എത്രത്തോളം ശരിയാണ് ഡോക്ടർ? ഈ വെയിലത്ത് ഒരു കാറ് പാർക്ക് ചെയ്തിട്ട് നമ്മൾ അതിൽ പോകുന്നത് കുറച്ച് നേരം ഇരുന്നിട്ട്? അല്ല, ഇതെല്ലാം ഹീറ്റ് ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ അകത്തൊക്കെ ഈ പ്ലാസ്റ്റിക് മെറ്റീരിയൽസ് എല്ലാം നല്ല ഹൈ ക്വാളിറ്റി ടെമ്പറേച്ചർ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റത്തില്ലാത്ത പ്ലാസ്റ്റിക്കിനൊക്കെ ചെറിയ ചേഞ്ചസ് വരും. അതിൻ്റെ അകത്തുനിന്ന് നമ്മുടെ ശരീരത്തിലേക്ക് ഇതൊക്കെ വരും. ഇതൊക്കെ അത് പ്ലാസ്റ്റിക്കിൻ്റെ ഡിപ്പെൻഡ് അനുസരിച്ച്. പക്ഷേ മറ്റേ ഈ പുകയില പോലെയുള്ള സാധ്യതകളൊന്നും ഉണ്ടാക്കുന്നില്ലെങ്കിലും അതും ഒരു ഹെൽത്തി ഇതല്ല എന്ന് പറയും. അതത്ര നല്ലതല്ല. നമ്മൾ അപ്പോൾ അത് നല്ലതല്ല. അപ്പോൾ ഇനി ശ്വാസകോശാർബുദത്തിനൊരു സാധ്യതയുണ്ടോ അതിന്? നമുക്ക് ഞാൻ പറഞ്ഞല്ലോ എല്ലാ ആ പൊല്യൂഷൻസിൻ്റെ ഒരു പാർട്ടായിട്ട് നമുക്ക് അതിനെ കൺസിഡർ ചെയ്യാം. പിന്നെ അത് ഇപ്പം ഗ്യാസൊക്കെ നമ്മൾ ഒരുപാട് ഗ്യാസൊക്കെ ഉണ്ടെങ്കിൽ അതിന് സാധാരണക്കാർക്ക് അതിൻ്റെ വില മൂലം ഇപ്പോഴും നാട്ടും പുറത്തൊക്കെ വിറകടുപ്പ് കത്തിക്കുന്നവരാണ്. അപ്പോൾ ഇങ്ങനെ വിറകടുപ്പ് വർഷങ്ങളോളം വിറകടുപ്പ് യൂസ് ചെയ്യുന്നവർക്ക്, വീട്ടമ്മമാർക്ക് ഈ ശ്വാസകോശാർബുദം അല്ലെങ്കിൽ ശ്വാസകോശവുമായി ബന്ധപ്പെട്ട അസുഖങ്ങൾ വരാനുള്ള സാധ്യതയുണ്ടോ? ഉണ്ട്. കാരണം വെച്ചാൽ ഇതെല്ലാം പുകയിൽ നമ്മുടെ എന്താ പറയുക, ഫോസിൽ ഫ്യൂവൽ അല്ലെങ്കിൽ നമ്മുടെ മരം കത്തുമ്പോൾ ഉണ്ടാകുന്ന നിരവധി ഹൈഡ്രോ കാർബൺസ് ഉണ്ട്. അവരൊക്കെ അതൊക്കെ നേരിട്ട് വലിച്ച് എടുക്കുന്നില്ല. പക്ഷേ സ്ഥിരമായിട്ട് അവർ ഇൻഡയറക്റ്റ് ആയിട്ട് എടുക്കുമ്പം ഈ മറ്റ് ഈ നമ്മളെന്താ പറയുക, പെട്രോളും മറ്റേ ഡീസലും ഒക്കെ കത്തുന്ന അത്രയും ഉള്ള കെമിക്കൽസ് പുറത്തേക്ക് വരുന്നില്ലെങ്കിലും ഇതിലും പുകയിലും ഹാംഫുൾ സാധനങ്ങളുണ്ട്. പക്ഷേ മറ്റേതിൻ്റെ അത്ര ഇല്ലെങ്കിലും അതും ഒരു സ്ത്രീകളിൽ ക്യാൻസർ ഉണ്ടാക്കാനുള്ള ഒരു കാരണമായിട്ട് എടുക്കണം. ക്യാൻസർ അല്ലെങ്കിൽ കൂടി ശ്വാസകോശപരമായിട്ടുള്ള പിന്നെ ഈ ശ്വാസമുട്ടൽ, COPD എന്ന് പറയുന്നത് ശ്വാസമുട്ടൽ, ആസ്മ ഒക്കെ എല്ലാത്തിനും കാരണമാകും പുക. പിന്നെ ഡോക്ടർ, ഈ
അർബുദം തന്നെ പ്രത്യേകിച്ച് ശ്വാസകോശ അർബുദത്തിൽ തന്നെ ഒരുപാട് തരങ്ങളുണ്ടെന്ന് പറയുന്നുണ്ട്. ഡെഫിനറ്റ്ലി. നോൺ സ്മോൾ സെൽ ക്യാൻസർ, സ്മോൾ സെൽ ക്യാൻസർ. അപ്പോൾ ഇതെങ്ങനെയാണ് ഒരു സാധാരണക്കാരന് നമുക്ക് സാധാരണക്കാർക്ക് ഇത് മനസ്സിലാവില്ല. അപ്പോൾ ഏറ്റവും കൂടുതൽ ഹാംഫുൾ ആയിട്ടുള്ളത് ഏതാണ്? ഇതിനെക്കുറിച്ച് ഒന്ന് വിശദീകരിക്കുക, ഇതിൻ്റെ ഒരു പ്രത്യേകത. ഹാംഫുൾ എന്ന് പറഞ്ഞാൽ ഒരു ക്യാൻസറിൻ്റെ അതിൻ്റെ ബയോളജിക്കൽ ബിഹേവിയർ എന്ന് പറയും. അതായത് അത് എങ്ങനെയാണ് അത് ഡിവൈഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എത്ര ഫാസ്റ്റായിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നതനുസരിച്ചാണ് ഒരു ക്യാൻസറിൻ്റെ സീരിയസ്നെസ് ഇരിക്കുന്നത്. പിന്നെ ഈ സ്മോൾ സെൽ, നോൺ സ്മോൾ സെൽ എന്ന് പറയുന്ന ആ ക്യാൻസറിൻ്റെ കോശങ്ങളുടെ ചില പ്രത്യേകതകൾ അനുസരിച്ചാണ് ഡിവൈഡ് ചെയ്യുന്നത്. അതിൽ സ്മോൾ സെൽ എന്ന് പറയുന്നതാണ് കുറച്ചുകൂടി എന്താ പറയുക, ട്രീറ്റ്മെൻറ്റ് പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യുമെങ്കിലും തിരിച്ചു വരാൻ സാധ്യതയുള്ള ഒരു ടൈപ്പ് ക്യാൻസർ എന്ന് ജനറലി അങ്ങ് മനസ്സിലാക്കുക. നോൺ സ്മോൾ സെല്ലാണ് നമുക്ക് കുറച്ചുകൂടെ ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, പക്ഷേ ആദ്യത്തെ സ്റ്റേജിൽ കിട്ടിയാൽ ട്രീറ്റ് ചെയ്ത് ക്യൂർ ചെയ്യാൻ പറ്റുന്നതും, കുറച്ചുകൂടി അഡ്വാൻസ് ആയ ട്രീറ്റ്മെൻറ്റിന് വലിയ റെസ്പോൺസ് വന്നില്ലെങ്കിൽ നമുക്ക് കുറച്ചുകൂടി കൺട്രോൾ ചെയ്ത് നിർത്താൻ പറ്റുന്ന ഒരു ഇത്. പക്ഷേ ഇതാ ഒരു ജനറൽ ഇതാണ്. അതിൻ്റെ സ്റ്റേജാണ് പ്രധാനമായിട്ടും നമുക്ക്, അതിൻ്റെ സ്റ്റേജും ബയോളജിക്കൽ ബിഹേവിയറാണ് പ്രധാനമായിട്ടും ഇത് ക്യൂറബിൾ ആണോ അല്ലെങ്കിൽ എത്ര ലോഞ്ചിവിറ്റി, നമ്മൾ എത്ര നാൾ ഈ അസുഖമായിട്ട് നിൽക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കുക. ഇങ്ങനെ നമ്മൾ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത് സ്റ്റേജ് എടുത്താൽ നമുക്ക് പറയാൻ പറ്റുമോ ഫസ്റ്റ് സ്റ്റേജിലുള്ളവർ ഇത്ര വർഷം ജീവിക്കും, ഒരു ഫോർത്ത് അല്ലെങ്കിൽ തേർഡ് സ്റ്റേജിലുള്ളവർ ഒരു എത്ര വർഷം, ഒരു 5 വർഷം കണക്ക് കൂട്ടിയിട്ടല്ലേ നമ്മൾ മെഡിക്കൽ ക്യാൻസറിൻ്റെ സർവൈവൽ, അതായത് ക്യാൻസർ എത്ര നാൾ ജീവിച്ചിരുന്നുള്ളത് നമ്മൾ 5 വർഷത്തെ ഒരു ഇതാണ് 5 ഇയർ സർവൈവൽ എന്ന് പറയുന്നത്. ഒരു ക്യാൻസർ വന്നു കഴിഞ്ഞ് 5 വർഷം ഈ ക്യാൻസറുമായിട്ട് എത്ര പേര് ജീവിക്കുന്നു എന്നുള്ളൊരു കണക്ക് വെച്ചാണ് നമ്മളതിൻ്റെ ഒരു സർവൈവൽ പറയുന്നത്. അതിൽ സ്റ്റേജ് 1 ഏർലി സ്റ്റേജാണ് നമുക്ക് ഒരു 95% ആൾക്കാരും നമ്മൾ എന്താ പറയുക 5 ഇയർ സർവൈവൽ ഉണ്ടാവും. പിന്നെ അതനുസരിച്ച് ഇങ്ങ് വരുമ്പോഴത്തേക്കും നമ്മൾ സ്റ്റേജ് 4 എത്തിക്കഴിയുമ്പോഴത്തേക്കും ആരും ഉണ്ടാവില്ല. ബാക്കി സാധ്യതയില്ലേ സ്റ്റേജ് 4 കുറച്ച് ആൾക്കാരെ ഉണ്ടാവുള്ളൂ, ഒരു 5 വർഷമൊക്കെ. ഇപ്പം നമ്മൾ പുതിയ ചികിത്സകളൊക്കെ വന്നതിന് ശേഷമാണ് ചിലരെങ്കിലും 5 ഇയർ എത്തുന്നത്. ബാക്കി അത് സാധാരണ നേരത്തെ. അതാണ് ഈ ലങ് ക്യാൻസറിനെ കുറിച്ചുള്ള ഏറ്റവും വലിയ പേടിയും. കാരണം വന്നു കഴിഞ്ഞാൽ ഇത് കുഴപ്പമാണല്ലോ എന്നുള്ളൊരു ചിന്ത വരുന്നതിനുള്ള കാരണവും. ഒരു ശ്വാസകോശ അർബുദമായിട്ട് ആ ലക്ഷണങ്ങളുമായിട്ട് ഒരു ആശുപത്രിയിലേക്ക് എത്തുകയാണെങ്കിൽ ആദ്യം തന്നെ ഒരു എന്ത് ടെസ്റ്റാണ് പ്രാഥമികമായിട്ട് നമ്മൾ നടത്തുന്നത്? ഒരു CT സ്കാൻ എടുത്ത് നോക്കുകയാണോ, എന്ത് ടെസ്റ്റാണ്, ബയോപ്സിയാണോ, അതിനെക്കുറിച്ചൊന്ന് പറയാനുണ്ടോ? നമ്മൾ ഏത് ക്യാൻസർ ആണെങ്കിലും, എസ്പെഷ്യലി ലങ് ക്യാൻസർ മിക്കവാറും എന്തെങ്കിലും ഒരു സ്കാൻ എടുത്തോ അല്ലെങ്കിൽ ചെസ്റ്റ് എക്സ്റേ ഒക്കെ എടുത്തായിരിക്കും ഇത് ഡയഗ്നോസ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞില്ല, എന്തെങ്കിലും ഒരു കംപ്ലയിൻ്റ് ആയിട്ട് വരുന്ന മിക്കവാറും അവരുടെ ഒരു സ്കാൻ റിപ്പോർട്ടുമായിട്ടായിരിക്കും ഇവരെത്തുക. കാരണം ഈ ഒരു കംപ്ലയിൻറ്റിന് വേണ്ടി ചുമയോ അല്ലെങ്കിൽ വിട്ടുമാറാതെ ചുമ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും ഒരു CT സ്കാൻ ഉണ്ടാവും. ആ CT സ്കാനിൽ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും ഇത് ലങ് ക്യാൻസർ ആണോ മറ്റെന്തെങ്കിലും ആണോ എന്ന്. അപ്പോൾ നമ്മൾ അതിൻ്റെ അകത്ത് ചെയ്യാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ അതിൻ്റെ അകത്തൊരു ബയോപ്സി എടുക്കുക. അതായത് ഈ കോശങ്ങൾ എടുക്കുക, ഈ സസ്പെക്റ്റഡ് ഏരിയയിൽ നിന്ന് കുറച്ച് കോശങ്ങളെടുത്ത് പരിശോധിക്കുമ്പോഴാണ് മുമ്പ് ചോദിച്ചതുപോലെ ഇത് സ്മോൾ സെല്ലാണോ നോൺ സ്മോൾ സെല്ലാണോ, അതുമാത്രമല്ല അത് കൂടാതെ അഡിനോ കാർസിനോമ, സ്ക്വാമസ് സെൽ കാർസിനോമ, അങ്ങനെ പല ഇതുണ്ട്. അത് ഏത് ടൈപ്പാണെന്ന് നമ്മൾ കൃത്യമായിട്ട് തിരിച്ചറിയുക. അപ്പോൾ നമ്മൾ ക്യാൻസർ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്റ്റേജിങ്. അതായത് ഈ ലങ് ക്യാൻസർ തുടങ്ങിയ ഭാഗത്ത് നിന്ന് മറ്റെവിടെയിട്ടെങ്കിലും പോയിട്ടുണ്ടോ, കാരണം മറ്റെടുത്തേലും പോയിട്ടുള്ളപ്പോഴാണ് സ്റ്റേജ് 4 എന്ന് പറയുന്നത്. അത് ക്യൂറബിൾ അല്ല. അപ്പോൾ അതിനാണ് നമ്മൾ പല രീതിയിലുള്ള നമ്മുടെ എല്ലാ അവയവങ്ങളും നമ്മൾ സസ്പെക്റ്റഡ് ആയിട്ട് പോകാൻ സാധ്യതയുള്ള കരൾ, ബ്രെയിന് ഒക്കെ നമ്മൾ നോക്കും. ഇപ്പോൾ നമ്മൾ ഏറ്റവും ചെയ്ത് നോക്കുന്ന പെറ്റ് സ്കാനാണ്. അതാകുമ്പോൾ നമുക്ക് ഹോൾ ബോഡി നമുക്കറിയാൻ പറ്റും. അപ്പം നമുക്കൊരു എക്സാക്ട് സ്റ്റേജ് അറിയാം. അപ്പോൾ നമുക്കതനുസരിച്ച് ചികിത്സ നിശ്ചയിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ചികിത്സ തുടങ്ങുന്നതിന് മുൻപ് ഇതാണെന്ന് സ്ഥിരീകരിച്ചാൽ എന്താണ് അവരുടെ ജീവിതശൈലിയിൽ വരുത്തേണ്ടത്? ഒരു ക്യാൻസറാണ്, എനിക്ക് ശ്വാസകോശ അർബുദമാണെന്ന് ഒരാൾക്ക് മനസ്സിലായി കഴിഞ്ഞാൽ ഡോക്ടർ ഇപ്പോൾ എങ്ങനെയാണ് അതൊരു ജീവിതശൈലിയിൽ അവർക്ക് എന്തൊക്കെ മാറ്റങ്ങളാണ് അവർ തന്നെ വരുത്തേണ്ടത്, എന്തൊക്കെയാണ്? പിന്നെ നമ്മൾ നമ്മുടെ ട്രീറ്റ്മെൻറ്റിൻ്റെ അനുസരിച്ച് നമ്മൾ ഹെൽത്തിയായി ജീവിക്കുക എന്നുള്ളത്. അതായത് നമ്മൾ റെഗുലർ ഡയറ്റ്, നമ്മൾ ഫുൾ ടൈം കിടക്കാതിരിക്കുക, നമ്മൾ നല്ല ഭക്ഷണം കഴിക്കുക, ട്രീറ്റ്മെൻറ്റ് കൃത്യമായി എടുക്കുക. ഇതാണ്. അല്ലാതെ നമ്മൾ ബാക്കിയുള്ള അങ്ങനെ വലിയ സ്പെഷ്യലായിട്ടൊന്നും നമുക്ക് ചെയ്യാനായിട്ടില്ല. പുറത്തു പോകുന്നതിന് ഒന്നുമില്ല. ഒരു നമ്മൾ അതാ പറഞ്ഞ ട്രീറ്റ്മെൻറ്റ് കീമോതെറാപ്പിയാണ്, ഹെവി ഡോസ് കീമോതെറാപ്പിയൊക്കെയാണ്, ഇമ്മ്യൂണോ കോംപ്രമൈസിനാണെങ്കിൽ നമ്മൾ പുറത്ത് പോരുമെന്ന് പറയും. അല്ലാത്തവർക്കൊക്കെ അവർക്ക് പറ്റുമെങ്കിൽ അവർക്ക് പുറത്ത് പോകാം, ബാക്കി ആൾക്കാരുമായിട്ട് ഇടപെടാം. ഇത് പകരുമോ അല്ലെങ്കിൽ നമ്മുടെ ചികിത്സയിൽ എന്തെങ്കിലും വ്യത്യാസം വരുത്തുമോ ഒന്നുമില്ല. ഇപ്പോൾ ചികിത്സയുടെ കാര്യം പറയുന്നത്, ചികിത്സിക്കുന്ന എല്ലാവർക്കും ഒരാളുടെ ജീവിതശൈലി നമ്മുടെ ശരീരഘടന വ്യത്യാസമായിരിക്കും. എന്തെങ്കിലും നേരത്തെ അസുഖങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഓരോരാൾക്കും ഒരു പേഴ്സണൽ തെറാപ്പി പോലെ ഒരു പേഴ്സണലൈസ്ഡ് ചികിത്സയായിരിക്കില്ലേ ഓരോ ആൾക്കാർക്കും? അതെ, ഇപ്പോഴത്തെ ആധുനിക ക്യാൻസർ ചികിത്സ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളതിന് പേഴ്സണലൈസ്ഡ് മെഡിസിൻ, കുറച്ചുകൂടെ മെഡിക്കൽ ലാംഗ്വേജ് പറഞ്ഞാൽ പ്രിസിഷൻ ഓങ്കോളജി എന്ന് പറയുന്നത്. അതായത്
ഒരേ ഇപ്പം നമ്മൾ ലങ് ക്യാൻസറിന് എടുക്കാം. ലങ് ക്യാൻസർ തന്നെ ഒരേ സ്റ്റേജുമായിട്ട് വന്നാലും നമ്മൾ ആ ഇൻഡിവിജ്വലിൻ്റെ പല ഫീച്ചേഴ്സ്, അതുപോലെ തന്നെ ഈ ട്യൂമറിൻ്റെ വിവിധ ക്യാരക്ടേഴ്സ്, അതിൻ്റെ റിസപ്റ്റേഴ്സ് ഒക്കെ പഠിച്ചതിന് ശേഷം ആ ആൾക്ക് വേണ്ടി നമ്മളൊരു ട്രീറ്റ്മെൻറ്റാണ് കൊടുക്കുന്നത് ലങ് ക്യാൻസറിന്. അതിനെയാണ് നമ്മൾ പ്രിസിഷൻ ഓങ്കോളജി എന്ന് പറയുന്നത്. അതായത് ഒരാൾക്ക് ടൈലർ മെയ്ഡ് ട്രീറ്റ്മെൻറ്റാണ് ഇപ്പോൾ നമ്മുടെ ആധുനിക ലങ് ക്യാൻസർ ചികിത്സ എന്ന് പറയുന്നത്. അപ്പോൾ ചികിത്സയിലേക്ക് വരുമ്പോൾ നമ്മൾ ആദ്യമേ കേട്ടിട്ടുള്ളത്, പരമ്പരാഗതമായിട്ട് നമ്മൾ കേട്ട് വരുന്നത് കീമോതെറാപ്പി, റേഡിയേഷൻ, അതുപോലെ അതാണ് മെയിനായിട്ട്. ഇപ്പോൾ ഇമ്മ്യൂണോ തെറാപ്പി, ടാർഗറ്റഡ് തെറാപ്പി ഒക്കെ ഉണ്ട്. അതൊക്കെ അഡ്വാൻസ്ഡ് ചികിത്സ വന്നു കഴിഞ്ഞു. അപ്പോൾ ഇമ്മ്യൂണോ തെറാപ്പി, ടാർഗറ്റഡ് തെറാപ്പി, അതിൻ്റെ ഒരു ഗുണം എന്താണ്? അത് പെട്ടെന്ന് ഹീൽ ചെയ്യാൻ പറ്റുന്നതാണോ? അതിനെക്കുറിച്ചൊന്ന് എന്താണ് ഡോക്ടർക്ക് പറയാൻ? ലങ് ക്യാൻസറിൻ്റെ സ്റ്റേജ് അനുസരിച്ചാണ് ചികിത്സ എന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അതിൽ സ്റ്റേജ് 1 ഏർലി സ്റ്റേജ് ആണെങ്കിൽ നമ്മൾ സർജറിയാണ് അതിൻ്റെ ചികിത്സ. പിന്നെ അതിന് മുമ്പോട്ട് വരുന്നതനുസരിച്ച് അനുബന്ധ ചികിത്സകളും ആവശ്യമായിട്ട് വരാം. ഇപ്പോൾ ചോദിച്ചതുപോലെ നമ്മുടെ ഇമ്മ്യൂണോതെറാപ്പി അല്ലെങ്കിൽ ടാർഗറ്റഡ് തെറാപ്പി, രണ്ടുകൂടെ നമ്മൾ ഒരു മിക്സഡ് ആയിട്ട് വേണം ഞാനങ്ങ് പറയാം. ടാർഗറ്റഡ് തെറാപ്പി എന്ന് പറഞ്ഞാൽ നമ്മൾ ട്യൂമർ വളരാനായിട്ട് അതിനകത്ത് പല പ്രോട്ടീൻസ് ഉണ്ടാവണം. ആ പ്രോട്ടീൻ ചെന്ന് പിടിക്കുന്ന ചില റിസപ്റ്റേഴ്സ് ഉണ്ടാവും. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ ഇമ്മ്യൂണിറ്റി കൂട്ടാൻ, അല്ലെങ്കിൽ ഇമ്മ്യൂണിറ്റി ചില ഈ ക്യാൻസറിൻ്റെ അസുഖം വന്ന് കുറഞ്ഞു പോയത് ചില പ്രത്യേക റിസപ്റ്ററുടെ ഇനാക്ടിവേഷൻ കൊണ്ടാവാം. അങ്ങനെയുള്ള ആ കാര്യങ്ങൾ കൃത്യമായിട്ട് ഏതാണ് നമ്മൾ ടെസ്റ്റ് ചെയ്ത് കണ്ടുപിടിക്കും. അപ്പോൾ ആ കണ്ടുപിടിച്ചിട്ട് ആ പ്രോട്ടീൻ അല്ലെങ്കിൽ ആ റിസപ്റ്ററിനെതിരെ മാത്രം പ്രവർത്തിക്കുന്ന മരുന്ന് നമ്മൾ കൊടുക്കും. അതിനാണ് ടാർഗറ്റഡ് തെറാപ്പി എന്ന് പറയുന്നത്. സാധാരണ കീമോതെറാപ്പി നമുക്കറിയാലോ, ഫാസ്റ്റ് ഡിവൈഡിങ് ആയിട്ടുള്ള എല്ലാ കോശങ്ങൾക്കും വരും. പക്ഷേ ഇത് ആ ഒരു റിസപ്റ്ററിനെ മാത്രം ടാർഗറ്റ് ചെയ്യും. അതിനാണ് നമ്മൾ ടാർഗറ്റഡ് തെറാപ്പി എന്ന് പറയുന്നത്. ഈ ഇമ്മ്യൂണോതെറാപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൻ്റെ തന്നെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ അതുപയോഗിച്ച് ക്യാൻസർ കോശങ്ങളെ നശിപ്പിക്കുക. അതും ഇതുപോലെ ചില പ്രത്യേക ടാർഗറ്റ് റിസപ്റ്ററുകളിലെ പ്രോട്ടീൻസ് അല്ലെങ്കിൽ അതിൻ്റെ ചില ആൻറ്റിബോഡീസ് ഉണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്തതിന് ശേഷം അത് പോസിറ്റീവ് ആണെങ്കിൽ മാത്രമേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. ഇതിനാണ് നമ്മൾ ടാർഗറ്റഡ് തെറാപ്പി അല്ലെങ്കിൽ ഇമ്മ്യൂണോതെറാപ്പി ഇൻ ലങ് ക്യാൻസർ എന്ന് പറയുന്നത്. അത് നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ ഇമ്മ്യൂണിറ്റി കുറയുന്നത് കൊണ്ടാണല്ലോ ഇങ്ങനെ ഓരോ അസുഖങ്ങൾ. അതുകൊണ്ടാണ് ഈ തെറാപ്പിക്കൊക്കെ ഇത്ര പ്രാധാന്യം, അല്ലെ? ഇമ്മ്യൂണോ തെറാപ്പി അതുകൊണ്ട് നമ്മുടെ ശരീരത്തിൻ്റെ ഇമ്മ്യൂണിറ്റി ഉപയോഗിച്ച് നമ്മൾ ക്യാൻസർ കോശങ്ങളെ പ്രതിരോധിക്കുക. അതാണ് നമ്മൾ ചെയ്യുന്നത്. ഡോക്ടർ, ഈ ഹൈ റിസ്ക് വിഭാഗത്തിൽപ്പെടുന്നവർ ആരൊക്കെയാണ്, പുകവലിക്കുന്നവരല്ലാതെ? പുകവലിക്കുന്നവരാണ് പ്രധാനമായിട്ടും നമ്മൾ ഹൈ റിസ്ക് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. പിന്നെ ഉള്ളത് ഏതെങ്കിലും ചില പ്രത്യേക റാഡോൺ എന്ന് പറഞ്ഞ ചില ഇൻഡസ്ട്രി, പ്രകൃതി തന്നെ കാണുന്ന ചില റേഡിയേഷൻസ് ഉണ്ട്. അങ്ങനെയുള്ള ഇതിൽ എക്സ്പോഷർ ഉള്ള ഏരിയയിൽ താമസിക്കുന്നവർ, പിന്നെ പ്രീവിയസ് റേഡിയേഷൻ ചികിത്സ നെഞ്ചിനൊക്കെ എടുത്തിട്ടുള്ള, അല്ലെങ്കിൽ ചെറുപ്പത്തിൽ ലിംഫോമയ്ക്കൊക്കെ റേഡിയേഷൻ ചികിത്സ എടുത്തിട്ടുള്ളവർ, നേരത്തെ ക്യാൻസർ വന്നിട്ടുള്ളവർ, അങ്ങനെയുള്ളവരെയാണ് നമ്മൾ ഹൈ റിസ്ക് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഇപ്പോൾ ശ്വാസകോശാർബുദം വന്ന ഒരാൾക്ക് മറ്റ് ഏതെങ്കിലും അർബുദം വേറെയും വരാനുള്ള സാധ്യതയുണ്ടോ? അതെല്ലാം വേറെ ശ്വാസകോശാർബുദം അല്ലാതെ അങ്ങനെ ഒരു സാധ്യത നമ്മൾ പറയാൻ പറ്റത്തില്ല. ചില ട്യൂമറുകളൊക്കെ നമ്മൾ എന്താ പറയുക, മൾട്ടിപ്പിൾ ട്യൂമേഴ്സ് വരുന്ന ചില സിൻഡ്രോംസ് ഉണ്ട്. അത് ലങ് ക്യാൻസർ അതിൻ്റെ ഒരു ഇൻഡെക്സ് ട്യൂമറായിട്ട് വരുന്ന ഒരു ചില റെയർ കേസസ് മാത്രമേ ഉള്ളൂ മൾട്ടിപ്പിൾ ട്യൂമേഴ്സ്. അല്ലെങ്കിൽ നമ്മൾ ലങ് ക്യാൻസർ അല്ലെങ്കിൽ അതിനോടനുബന്ധിച്ചുള്ള മെറ്റാസ്റ്റേസിസ് സാധാരണ സംഭവിക്കാറുള്ളൂ. നേരത്തെ ഡോക്ടർ ഇതേക്കുറിച്ച് പറഞ്ഞായിരുന്നു, നമ്മൾ ഒരു കുടുംബം പാരമ്പര്യമായിട്ട് നമുക്ക് അണ്ഡാശയം, ബ്രസ്റ്റ് ക്യാൻസറൊക്കെ വരുന്ന ഇങ്ങനെ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ വരുന്നതാണോ? ശ്വാസകോശാർബുദം പാരമ്പര്യമായിട്ട് നമുക്ക് കിട്ടാനൊരു ചാൻസ് ഉണ്ടോ? വളരെ റെയറായിട്ട് മാത്രമേ ശ്വാസകോശാർബുദം പാരമ്പര്യമായിട്ട് വരികയുള്ളൂ. അത് ചില സിൻഡ്രോംസ് ഉണ്ട്. അത് നമ്മളതിനെ ഒരു കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല. ഇതെല്ലാം നമ്മുടെ കയ്യിലിരിപ്പ് കൊണ്ടുവരുന്ന ഒരു അസുഖമായിട്ടാണ് ലങ് ക്യാൻസറിന്. അതായത് സ്പൊറാഡിക്, ആർക്ക് എപ്പം വരും എന്നുള്ള കാര്യം അവരുടെ ആ ജീവിതശൈലി അനുസരിച്ച് നിർണ്ണയിക്കപ്പെടുന്നു. ലങ് ക്യാൻസർ ഒരു പാരമ്പര്യ അസുഖമായിട്ട് നമ്മൾ കരുതേണ്ട കാര്യമില്ല, അല്ലെങ്കിൽ പകരുന്ന അസുഖമോ ആയിട്ട് കരുതേണ്ട കാര്യമില്ല. ഇപ്പോൾ ഒരു അച്ഛൻ എപ്പോഴും സിഗരറ്റ് വലിക്കുന്നതാണ്, ആ മകൻ എപ്പോഴും അച്ഛൻ്റെ കൂടെ ഇരിക്കുന്നു, അല്ലെങ്കിൽ അവർ മുത്തം കൊടുക്കുന്നു, അവർ കെട്ടിപ്പിടിക്കുന്നു. അങ്ങനെയൊക്കെ ആകുമ്പോൾ ഉറപ്പല്ല ആ മകനിൽ ചെറുപ്പമുള്ളൊരു മോനാണെങ്കിൽ കൂടി അവന് ക്യാൻസർ സാധ്യത കൂടും. കൂടുതലായി പാരമ്പര്യം അല്ല. അപ്പോൾ അത് സാധ്യത നേരത്തെ പറഞ്ഞതുപോലെ സെക്കൻഡ് ഹാൻഡ് സ്മോക്കിൻ്റെ, തേർഡ് ഹാൻഡ് ഒക്കെ. അപ്പോൾ നമ്മൾ ഡോക്ടർക്ക് ഇങ്ങനെയുള്ള ആൾക്കാർ എന്നിട്ടും അവബോധം, കുട്ടികളുടെ അടുത്ത് നിന്ന് അതാണ് സിഗരറ്റ് വലിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ടും ആൾക്കാരത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത് അറിഞ്ഞുകൊണ്ട് ആൾക്കാർ അത് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം. അപ്പം അങ്ങനെയുള്ളവരോട് ഡോക്ടർക്ക് എന്താ പറയുക? പുകയില നമ്മുടെ സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തണം. നമ്മുടെ കുടുംബത്തിൽ പുകവലിച്ചാൽ നമുക്ക് മാത്രമല്ല, നമ്മുടെ കുട്ടികൾക്കും നമ്മുടെ പേരക്കുട്ടികൾക്കും വീട്ടിലുള്ള മറ്റെല്ലാവർക്കും ഇതിൻ്റെ ഒരു എഫക്റ്റ് ഉണ്ടാകും. അതുപോലെ തന്നെ ആ കുടുംബത്തിൽ നിന്നിരുന്ന് പുകയിലില്ലാത്തൊരു അൻഫോഴ്സ്മെറി എന്ന് വന്നു കഴിഞ്ഞാൽ ആ വീട്ടിൽ വന്നിരുന്ന്
ഇരുന്നിട്ട് പോകുമ്പോൾ തന്നെ ആ തേർഡ് ഹാർട്ട് സ്മോക്കിൻ്റെ എഫക്റ്റ് ഉണ്ടാകും. അതുകൊണ്ട് ഒരു കാരണവശാലും പുകയില ഉപയോഗിക്കരുത്. അത് എക്സ്പെഷ്യലി കുട്ടികൾ അല്ലെങ്കിൽ മറ്റാൾക്കാരുടെ മുമ്പിൽ വെച്ച് ഫാമിലിയിൽ വെച്ച് ഉണ്ടാവരുത്. കാരണം നിങ്ങളുടെ ക്യാൻസർ സാധ്യത കൂട്ടുന്നതോടൊപ്പം നിങ്ങളുടെ കുടുംബത്തിലുള്ള കൊച്ചുകുട്ടികളുടെയും പേരക്കുട്ടികളുടെയും ക്യാൻസർ സാധ്യതയും വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഡോക്ടർ, നമ്മൾ കുട്ടിക്കാലം തൊട്ട് കേട്ടിട്ടുള്ളതാണ്, നമ്മുടെ ബോളിവുഡ് നടൻ ഷാരൂഖ് ഖാൻ ചെയിൻ സ്മോക്കറാണ്. അങ്ങനെ ചെയിൻ സ്മോക്കേഴ്സ് ഒരുപാടുണ്ട്. പക്ഷേ അദ്ദേഹത്തിന് വലിയ പൈസ ഉള്ളതുകൊണ്ട് അമേരിക്കയിലൊക്കെ പോയിട്ട് ചെസ്റ്റ് ക്ലീൻ ചെയ്തിട്ട് അദ്ദേഹം ചെസ്റ്റ് എപ്പോഴും ക്ലീൻ ആക്കി വെക്കുക ചെയ്യുന്നത്, വർഷത്തിൽ ക്ലീൻ ചെയ്യുക. ഇതൊക്കെ നമ്മൾ കേട്ട് വന്നതാണ്. അപ്പം ഞാൻ എൻ്റെ സുഹൃത്തുക്കളോടൊക്കെ ഇങ്ങനെ 10ഉം 12ഉം വലിക്കുന്നവരെ എനിക്കറിയാം. ഒരു ദിവസം ഒരു 2 മിക്സ് പോട്ട് പാക്കറ്റൊക്കെ വലിക്കുന്നവരെ എനിക്കറിയാം. അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ പറയുന്നത് പൈസയാകുമ്പം ഞാൻ പോയി ചെസ്റ്റ് ക്ലീൻ ചെയ്യുന്നത്. അപ്പോൾ ഇതിലൊക്കെ എന്തെങ്കിലും വാസ്തവമുണ്ടോ? ഒരു വാസ്തവമില്ല, അത് അവരുടെ സ്വപ്നം മാത്രം. നമുക്ക് അങ്ങനെ പുകവലിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ എഫക്റ്റ് നമ്മൾ അനുഭവിച്ചേ മതി. അതായത് ഷാരൂഖ് ഖാൻ ആണെങ്കിലും ഞാനാണെങ്കിലും അതിൻ്റെ എഫക്റ്റ് അനുഭവിച്ച് തീരുള്ളൂ. പിന്നെ ഈ പറഞ്ഞ പലരും പറയുന്ന പോലെ ചില ഡീറ്റോക്സ് എന്നും അല്ലെങ്കിൽ ഇതുപോലെ ചെസ്റ്റ് ക്ലീനിങ് എന്നൊക്കെ പറയുന്നത് പൈസ പിടുങ്ങാനുള്ള അവരുടെ ഒരു തന്ത്രം മാത്രമാണ്. അല്ലാതെ ഇതിലൊന്നും വീഴാതിരിക്കുക. ഇത് പുകവലിച്ചാൽ അതിൻ്റെ എഫക്റ്റ് എല്ലാവരും ഇതൊക്കെ വിശ്വസിക്കുകയാണ്. എന്ന് വെച്ചാൽ പൈസ വരുമ്പം പോയി ക്ലീൻ ചെയ്താൽ ഒരിക്കലും നടക്കില്ല. അതൊന്ന് പേഴ്സണലായിട്ട് എനിക്ക് ചോദിക്കണമെന്നും കൂടി ഉണ്ടായിരുന്നു. നമ്മുടെ കുട്ടിക്കാലം തൊട്ട് കേട്ട് വരുന്ന കാര്യങ്ങളാണല്ലോ. ഞാൻ ഈ അടുത്ത് ഒരു സഫാരിയുടെ ഒരു ഇൻ്റർവ്യൂ കണ്ടപ്പോൾ അതിൽ ഗുഡ് നൈറ്റിൻ്റെ അത് കണ്ടുപിടിച്ച് അദ്ദേഹം പറഞ്ഞത്, ഈ 2 വർഷം കൊണ്ട് കിട്ടേണ്ട ലൈസൻസ് എനിക്ക് 18 മാസം കൊണ്ടാണ് കിട്ടിയത്. സെൻട്രൽ ഇൻസെക്ട് ബോർഡിൻ്റെ ആ ഒരു 2 വർഷം കൊണ്ടാണ് അത് കിട്ടുന്നത്. എലികളിലൊക്കെ പരീക്ഷണം നടത്തിയിട്ടാണ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണോ എന്നൊക്കെ തിരിച്ചറിയുന്നത്. അപ്പോൾ ഇങ്ങനെ 18 മാസം കൊണ്ട് കിട്ടുമ്പോൾ ഒരു ടെസ്റ്റും ഇല്ലാതെയാണ് ഗുഡ് നൈറ്റൊക്കെ നമ്മൾ വീടുകളിൽ വെക്കുന്നത്. ഗുഡ് നൈറ്റ് ഉപയോഗിച്ചാൽ കുട്ടികൾ വേഗം ഉറങ്ങുന്നു, ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഒരുപാട് പരസ്യങ്ങളുണ്ട്. ഇതൊക്കെ അപ്പോൾ ഇങ്ങനെ പല നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന കൊതുകുതിരി ആവട്ടെ, അങ്ങനെയുള്ള പല ഹിറ്റാവട്ടെ, ഇതൊക്കെ ഇങ്ങനെ എല്ലാ ടെസ്റ്റുകളും നടത്തിയിട്ടാണോ വന്നതെന്ന് നമുക്ക് ഉറപ്പില്ല. അപ്പോൾ ഇതൊക്കെ വർഷങ്ങളായിട്ട് യൂസ് ചെയ്യുമ്പോൾ എന്താണ് നമുക്ക് അതിൽ നിന്ന് രക്ഷ നേടാനൊരു കാര്യം? അതിനകത്ത് ബേസിക്കലി ഇതാണ് നമ്മുടെ ഭയമാണ് ഇതുപോലെയുള്ള സാധനങ്ങൾ കേൾക്കുമ്പോൾ. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗുഡ് നൈറ്റ് മോഹൻ്റെ കഥ എനിക്കറിയില്ല, എങ്കിലും ഒരു ഇൻസെക്ടിസൈഡ് നമ്മൾ ഇറക്കുമ്പം അതിൻ്റെ അകത്തെ കെമിക്കൽ എന്താണെന്ന് നമുക്കറിയാം. അപ്പോൾ ആ കെമിക്കലിന് നമ്മുടെ ഒരു ഇൻ്റർനാഷണൽ ഒരു ഏജൻസി ഉണ്ട്. അതിൻ്റെ ഏതൊരു കെമിക്കലാണെങ്കിലും അത് കാർസിനോജനിക്കാണോ, അതായത് ക്യാൻസർ ഉണ്ടാക്കുന്നതാണോ, എന്തെങ്കിലും അപകടം ഉണ്ടാക്കുന്നതാണോ, അതിൻ്റെ ലീത്തൽ ഡോസ് എത്ര, അതായത് നമ്മുടെ ഉള്ളിൽ പോയാൽ എത്ര അപകടം ഉണ്ടാവും. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഒരു ഐഡിയ നമുക്കുണ്ടാവും. അപ്പോൾ അതനുസരിച്ചാണ് ഇതിൻ്റെ റെക്കമെൻഡേഷൻസ് വരുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഇന്ത്യൻ ബോർഡ് അതിനകത്ത് പരിശോധന നടത്തുന്ന കാര്യമില്ല, കാരണം ഓൾറെഡി അവർക്കറിയാം. അപ്പോൾ അതുപോലെ നമ്മൾ ഇൻസെക്ടിസൈഡ് ആണെങ്കിലും എന്താണെങ്കിലും ഈ ഹിറ്റാണെങ്കിലും അതിൻ്റെ ആ കെമിക്കൽ എന്താണെന്ന് നമുക്കറിയാം ഇതാണ് സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇഷ്യൂസ് ഇല്ല. പക്ഷേ ഈ പ്രശ്നം വരുന്നത് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ നോണല്ലാത്ത അറിയപ്പെടാത്ത എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഉപയോഗിച്ച് ഇങ്ങനത്തെ സംഭവം ഉണ്ടാക്കുമ്പോഴാണ് നമുക്ക് പ്രശ്നം വരുന്നത്. കാരണം നമുക്കെല്ലാവർക്കും ഒരു കെമിക്കലിന് ഒരു പേടിയുണ്ട്. നമ്മൾ കീമോഫോബിയ എന്ന് പറയും. നമ്മൾ തന്നെ ഒരു കെമിക്കലാണ്. കെമിക്കലിനെ നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല. കാരണം ഓരോ കെമിക്കലും എത്ര നമ്മുടെ ശരീരത്തേക്ക് ചെല്ലുന്നു എന്നുള്ളതനുസരിച്ച് അതിൻ്റെ ക്വാണ്ടിറ്റിയാണ്. അത് ടോക്സിനാണോ അല്ലെങ്കിൽ അത് നമുക്ക് ചികിത്സയ്ക്ക് ഉപയോഗിക്കാവുന്നതാണോ അല്ലെങ്കിൽ അത് നോർമലി കഴിക്കാവുന്നതാണോ എന്നൊക്കെ നിശ്ചയിക്കുന്നത്, എത്ര ക്വാണ്ടിറ്റി അകത്തേക്ക് ചെല്ലുന്നത്. അപ്പോൾ ഇതൊന്നും നമ്മളോർത്ത് ഭയപ്പെടേണ്ട കാര്യമില്ല. കാരണം ഇതൊക്കെ ഏത് പ്രോഡക്റ്റാണ്, ഏത് കെമിക്കലാണെന്ന് അറിയാമെങ്കിൽ നമുക്കതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് നമുക്ക് അപ്പം തന്നെ അവൈലബിൾ ആണ്. അതിനിപ്പോൾ നമുക്ക് 2 വർഷമൊന്നും വേണ്ട. അതായത് ഇമ്മീഡിയറ്റ് ആയിട്ട് നോക്കും. പിന്നെ അതിൻ്റെ പ്രൊസീജിയർ ഡിലേ കാണുമായിരിക്കും. അല്ലാതെ നമ്മൾ അതിനെക്കുറിച്ച് ഓർത്ത് ബോധർ ചെയ്യണം. കാരണം വെച്ചാൽ അതൊക്കെ പബ്ലിക്കായിട്ട് പറഞ്ഞിട്ടുള്ള കെമിക്കൽ കണ്ടന്റ് എഴുതിയിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ ഈ കോവിഡ് വാക്സിനൊക്കെ ഉപയോഗിച്ച ശ്വാസകോശാർബുദം അതുപോലെ തന്നെ അർബുദം ഉള്ള രോഗികളൊക്കെ കോവിഡ് വാക്സിനൊക്കെ സ്വീകരിച്ചവരുണ്ടാവും. അവർക്ക് എന്തെങ്കിലും ഭാവിയിൽ കോവിഡ് വാക്സിൻ യൂസ് ചെയ്തവർക്ക് എന്തെങ്കിലും പാർശ്വഫലങ്ങൾ ഒരുപാട് വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. ശ്വാസകോശാർബുദ രോഗികളിൽ കോവിഡ് വാക്സിൻ സ്വീകരിച്ചവർക്ക് എന്തെങ്കിലും ഗുരുതര പ്രശ്നങ്ങൾ ഭാവിയിൽ വരുമോ? ഒരിക്കലും ഇല്ല. എല്ലാ വാക്സിൻസും അത് ഈ ഒരു വാക്സിൻ വിരുദ്ധ ലോബിയുടെ ഒരു പ്രചരണം മാത്രമാണ്. കോവിഡ് വാക്സിൻ കൊണ്ട് ഇതുവരെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. നമ്മളിത് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ 1-2 ഇൻസിഡൻറ്റ് വന്നിട്ടുള്ളത് അതിൻ്റെ പിറകിലത്തെ കാരണം അറിയാതെ. ഇപ്പം നമ്മൾ എന്താ പറയുന്നത്, ഒരു ചക്ക വീണപ്പോൾ മുയൽ എത്തുമെന്ന് പറഞ്ഞ പോലെയുള്ള ഒരു കണക്കൂട്ടലാണ്. ഒരാൾ മരിച്ചു, ഉടനെ അയാൾ വാക്സിൻ എടുത്തിട്ടുണ്ട്. അയാൾ വാക്സിൻ എടുത്താലും ഇല്ലെങ്കിലും അയാളന്ന് മരിക്കേണ്ടതാണ്. അപ്പോൾ അതിൻ്റെ അകത്തെ കാരണമോ പോസ്റ്റ്മോർട്ടോ ഒന്നും ഇവരാരും വിചാരിക്കുന്നില്ല. ഇവൻ വാക്സിൻ എടുത്തു എന്നുള്ള ഒറ്റ കാര്യം മാത്രമാണ് ഇവർ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പറയുന്നതാണ്. പിന്നെ ഇവർ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വിദേശങ്ങളിലുള്ള കേസസും ഒക്കെ കാര്യങ്ങളും അത് അവിടുത്തെ വേറൊരു സിസ്റ്റമാണ്. നമ്മുടെ ഇവിടുത്തെ പോലെയല്ല. അവരെന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ ഇൻഷുറൻസായി അവർ കേസായി അങ്ങനെ ഒരു പോകുന്ന ഇതുള്ളൂ. അല്ലാതുകൊണ്ട് പക്ഷേ ശാസ്ത്രീയമായിട്ട് കോവിഡ് വാക്സിൻ നമുക്ക് സേഫാണ്. ആർക്കും അതുകൊണ്ട് മരിക്കാനും പോകുന്നില്ല, ഒരു അപകടം ഉണ്ടാകാനും പോകുന്നില്ല, ഭാവിയിൽ ക്യാൻസർ വരാനും പോകുന്നില്ല.
അപ്പോൾ കോവിഡ് വാക്സിൻ യൂസ് ചെയ്ത് ആരും പേടിക്കേണ്ട ആവശ്യമില്ല. ഒരു രീതിയിലും പേടിക്കേണ്ട കാര്യമില്ല. പിന്നെ നമ്മൾ അവസാനത്തോട്ട് വരുവാണ് ഇൻ്റർവ്യൂവിൻ്റെ. അപ്പോൾ നമ്മൾ അർബുദത്തിൽ ഒരുപാട് സൈഡ് എഫക്റ്റ് ഉണ്ടാവാറുണ്ട്. അതിൽ പ്രധാനപ്പെട്ടതാണ് മുടി കൊഴിച്ചിലൊക്കെ. ശ്വാസകോശ അർബുദത്തിലുള്ള രോഗികളുടെ ചികിത്സ കഴിഞ്ഞാൽ എന്തൊക്കെയാണ് അവർക്ക് വരുന്ന മാറ്റങ്ങൾ? അല്ല, അത് മുടി കൊഴിയാന്ന് പറഞ്ഞാൽ കീമോതെറാപ്പി, സൈറ്റോടോക്സിക് കീമോതെറാപ്പി, അതായത് നമ്മുടെ കോശങ്ങൾക്ക് ക്ഷതം വരുത്തുന്ന മരുന്നുകൾ ഉപയോഗിക്കുന്ന കീമോതെറാപ്പികളാണ്. കീമോതെറാപ്പികളിൽ ഉണ്ടാകുന്ന മുടി നഷ്ടം എന്ന് പറയുന്നത് കീമോതെറാപ്പി നിർത്തി ഒരു 3 മാസം കഴിയുമ്പോൾ തിരിച്ചു വരാൻ തുടങ്ങും. ഒരു 6-7 മാസം ആകുമ്പോഴത്തേക്ക് നമുക്ക് ഒരു റീസണബിൾ എമൗണ്ട് ഓഫ് മുടി ഉണ്ടാവും. അതുകൊണ്ട് അതിന് മുടി പോകുന്നതിനെ കുറിച്ച് ഓർത്ത് ഭയപ്പെടേണ്ട കാര്യമില്ല. വേറെ അവർ പിന്നെ എല്ലാ ചികിത്സയും കഴിഞ്ഞ് പിന്നെ അതൊരിക്കലും പല അർബുദങ്ങളും തിരിച്ച് വരാറുണ്ട്. ശ്വാസകോശ അർബുദത്തിലും പൂർണ്ണമായിട്ടും ഈ ഫസ്റ്റ് സ്റ്റേജിലൊക്കെ രക്ഷപ്പെട്ട ആൾക്കാർക്ക് പിന്നീട് ഇത് വരാൻ എന്തെങ്കിലും ഒരു 1% ഒരു ചാൻസ് ഉണ്ടോ? അതെ, നമ്മൾ 100% ക്യൂർ നമ്മൾ പറയുന്നില്ല. നമ്മൾ ഓരോ സ്റ്റേജ് അനുസരിച്ച് അതിൻ്റെ ബയോളജിക്കൽ ബിഹേവിയർ അനുസരിച്ചാണ് നമ്മൾ എന്ന് പറയുന്നത്. നമ്മൾ ഏതാണ്ട് ഒരു 5 വർഷം വരെ റെഗുലർ ചെക്കപ്പ് ഇവർക്ക് എല്ലാവർക്കും ഉണ്ടാവും. ആ ചെക്കപ്പിൻ്റെ ഇടയ്ക്ക് ചിലർക്ക് അസുഖം വരാറുണ്ട്. പൂർണ്ണമായിട്ട് നമ്മൾ ഭേദമായി നമ്മൾ പറയാറില്ല. കാരണം വെച്ചാൽ അത് സ്റ്റേജ് അസുഖത്തിൻ്റെ ഈ ബയോളജിക്കൽ ബിഹേവിയർ അനുസരിച്ച് തിരിച്ചു വരാനുള്ള സാധ്യതയുണ്ട്. തിരിച്ചു വരുന്നതിൽ ഒരു നല്ലൊരു ശതമാനം ആൾക്കാരെ വീണ്ടും ചികിത്സ ചെയ്ത് നമുക്ക് നോർമലായിട്ട് തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. ചിലരെ നമ്മൾ നഷ്ടപ്പെട്ടു പോകും. അതൊരു ഫാക്റ്റാണ്. അത് സ്റ്റേജ് കൂടി വരുന്നതനുസരിച്ചാണ്. അപ്പോൾ അതനുസരിച്ച് ഒരാൾക്ക് പ്രിസ്ക്രൈബ്ഡ് ഓരോ സമയത്തും ഇത്ര മാസം കൂടുമ്പോൾ ഇത്ര വർഷം കൂടുമ്പോൾ ചെയ്യേണ്ട ടെസ്റ്റുകളുണ്ട്. അതനുസരിച്ച് ടെസ്റ്റുകൾ ഉണ്ടാവും. അതനുസരിച്ച് ഫോളോ അപ്പ് ഉണ്ടാവും. പിന്നെ അവരുടെ ജീവിത ശൈലിയിൽ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും വരുത്തേണ്ട കാര്യമൊന്നുമില്ല. അതായത് അവർ ചികിത്സ കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ നോർമൽ ബീയിങ് ആണ്. അവർ ഹെൽത്തി ആയിട്ടുള്ള ഡയറ്റ് കഴിക്കുക, റെഗുലർ എക്സസൈസ് ചെയ്യുക, നോർമലായിട്ട് ജീവിക്കുക. ക്യാൻസർ എന്നാൽ മരണം എന്നൊക്കെ പറയുന്ന ആ ഒരിത് പാടെ ഇപ്പം നൂതന ചികിത്സയൊക്കെ വന്നപ്പോൾ മാറിക്കഴിഞ്ഞു. പൂർണ്ണമായിട്ട് നമുക്ക് ഒരു ജീവിതശൈലി രോഗം തന്നെയായിട്ട് ഇത് ഡെഫിനറ്റ്ലി. കാരണം വെച്ചാൽ സ്മോക്ക് നമ്മുടെ ഈ ടുബാക്കോ നമ്മുടെ ലോകത്ത് നിന്നും ഉന്മൂലനം ചെയ്യുകയാണെങ്കിൽ 65% ക്യാൻസറുകളും അതിൻ്റെ കൂട്ടത്തിൽ അപ്രത്യക്ഷമാവും. പക്ഷെ ഒരിക്കലും അത് നടക്കാൻ പോകുന്നില്ല. ടുബാക്കോ ലോബി അത്രയ്ക്ക് സ്ട്രോങ് ആണ്. അപ്പോൾ ഇനി എന്താണ് പിന്നെ പുകവലിക്കുന്നവരോട് അങ്ങനെയുള്ള ഒരു ഡോക്ടർക്ക് പറയാനുള്ള ഒരു നിർദ്ദേശം എന്താണ്? ഇത്രയും കാലത്തെ 20 വർഷത്തിലധികം എക്സ്പീരിയൻസ്ഡ് ഉള്ള ഒരു കേരളത്തിൽ തന്നെ അറിയപ്പെടുന്ന ഒരു ക്യാൻസർ സ്പെഷ്യലിസ്റ്റാണ്. അപ്പോൾ ഡോക്ടർക്ക് എന്താണ് അവരോട് പറയാനുള്ളത്? നമ്മുടെ പ്രേക്ഷകരോട് എന്താണ് പറയാൻ? നമ്മൾ ചെറുപ്പത്തിലുള്ളവരോട് പറയും, നിങ്ങൾ ഒരിക്കലും ഇത് പരീക്ഷിക്കാതിരിക്കുക. കാരണം ഇത് ഒരു പ്ലസൻ്റ് അനുഭവമല്ല. നിങ്ങൾക്ക് ഈ വീണ്ടും വീണ്ടും വലിക്കാൻ തോന്നുന്നത് ശരീരത്തിൽ ഓൾറെഡി കയറിയ നിക്കോട്ടിൻ വീണ്ടും വീണ്ടും നിങ്ങൾ നിക്കോട്ടിന് വേണ്ടി ആവശ്യപ്പെടുന്നതാണ്. അല്ലാതെ നിങ്ങൾക്ക് ഇതുകൊണ്ട് യാതൊരു പ്ലഷറും ലഭിക്കുന്നില്ല, ഓർമ്മശക്തി ലഭിക്കുന്നില്ല, ഉറക്കമില്ലാതിരിക്കുന്നില്ല, അല്ലെങ്കിൽ പഠിച്ചാൽ കൂടുതൽ തല നിൽക്കും, അല്ലെങ്കിൽ പഠിക്കാൻ കൂടുതൽ സമയം കോൺസെൻട്രേഷൻ കിട്ടും എന്നൊക്കെ പറയുന്നത് വെറും തെറ്റിദ്ധാരണ മാത്രമാണ്. അത് നിങ്ങൾ ഒരു പ്രാവശ്യം വലിച്ച നിക്കോട്ടിൻ നിങ്ങൾക്ക് വീണ്ടും നിങ്ങളെ കൊണ്ട് വലിപ്പിക്കാൻ നൽകുന്നൊരു പ്രേരണ മാത്രമാണ്. അതുകൊണ്ട് യങ്സ്റ്റേഴ്സ് ഒരിക്കലും ഇത് തുടങ്ങാതിരിക്കുക. ഇനി തുടങ്ങിയിട്ടുള്ളവർ അതിനി നിങ്ങൾക്ക് എത്ര വയസ്സായാലും 60 വയസ്സായാലും 70 വയസ്സായാലും ഇന്ന് തന്നെ നിർത്തുക. കാരണം ഇന്ന് നിർത്തിയാൽ നാളെ മുതൽ നിങ്ങൾക്ക് അതിൻ്റെ നല്ല ഗുണഫലങ്ങൾ ലഭിച്ചു തുടങ്ങും. അത് കാലം കഴിയും തോറും കൂടുതൽ നിങ്ങളൊരു നോൺ സ്മോക്കർ അവസ്ഥയിലേക്ക് തിരിച്ചു വരും. അതുകൊണ്ട് നോ ടു ടുബാക്കോ. എല്ലാവരും അതിനോട് നോ പറയാം. പിന്നെ ഒന്നുകൂടി, നമ്മുടെ കോട്ടയം കാരിത്താസ് ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എന്തൊക്കെ ശ്വാസകോശ എല്ലാ അർബുദങ്ങൾക്കും ചികിത്സയുണ്ട്? പല ആൾക്കാർക്കും ആശുപത്രികൾ സജസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ആൾക്കാർക്ക് അവിടെ എത്തിപ്പെടാനോ കഴിയാറില്ല. പലരും നൂതന ചികിത്സ കിട്ടുന്നത് എവിടെയാണ്? പലയിടത്തും വലിയ പൈസയായിരിക്കും. അപ്പോൾ അതിനെക്കുറിച്ച് കൂടി ഒന്ന് പറഞ്ഞിട്ട്. കാരിത്താസ് ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിലെ എല്ലാവർക്കും അഫോർഡബിൾ ആയിട്ടുള്ള ക്യാൻസർ ചികിത്സ നൽകുന്ന ഒരു കേന്ദ്രമാണ്. അവിടുത്തെ എല്ലാ ചികിത്സകളും നമ്മൾ ഓൾ ക്യാൻസർ കെയർ അണ്ടർ വൺ റൂഫ് എന്നുള്ളതാണ് നമ്മുടെ പ്രിൻസിപ്പിൾ. അതായത് നിങ്ങൾക്ക് ബയോപ്സി തൊട്ട് പതോളജികളുടെ അതിൻ്റെ എല്ലാ പരിശോധനകളും, എല്ലാ ക്യാൻസർ സർജറികളും, എല്ലാവിധ കീമോതെറാപ്പികളും, ബോൺ മാരോ ട്രാൻസ്പ്ലാന്റ് ഉൾപ്പെടെയുള്ള ചികിത്സകൾ. പിന്നെ റേഡിയേഷൻ കാര്യം പറയുകയാണെങ്കിൽ സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും ബെസ്റ്റ് റേഡിയേഷൻ മെഷീനാണ് കാരിത്താസ് ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ട് സാധാരണക്കാരായിട്ട് സ്ഥാപിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഏറ്റവും വലിയ അതിൻ്റെ കീ ഫാക്ടർ എന്ന് പറയുന്നത് അഫോർഡബിൾ കെയർ ടു ഓൾ എന്നുള്ളതാണ്. പിന്നെ മൂന്നാമത് നമുക്ക് സൈക്കോ ഓങ്കോളജി ഉണ്ട്, ഹോം കെയർ ഉണ്ട്, പാലിയേറ്റീവ് കെയർ ഉണ്ട്. അങ്ങനെ ഒരു സമ്പൂർണ്ണ ക്യാൻസർ ചികിത്സ എല്ലാവർക്കും അഫോർഡബിൾ ആയിട്ട് കൊടുക്കുക എന്നുള്ളതാണ് കാരിത്താസ് ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ട് കേരളത്തിൽ ഉള്ളവർക്ക് വേണ്ടി ചെയ്യുന്നത്. കാരണം എന്ന് വെച്ചാൽ ഞാനങ്ങനെ പ്രത്യേക പേരെടുത്ത് പറയുന്നില്ല അമൃത. അപ്പോൾ ഒരുപാട് അങ്ങനെയുള്ളതിൽ ഭയങ്കര എനിക്കറിയാം രോഗികൾ പലരും മരണപ്പെട്ടു പോകാനുള്ള കാര്യം ചികിത്സ പൈസ വിചാരിച്ചിട്ടാരും ചികിത്സിക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ ഡോക്ടറോട് ഈ ഒരു അതാണ് കാരിത്താസ് ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ട് പറഞ്ഞാൽ അഫോർഡബിൾ കെയർ ടു ഓൾ. ഓക്കെ ഡോക്ടർ. അപ്പോൾ എല്ലാവർക്കും അതൊരു ഗുണമുള്ള ഒരു ഇൻഫർമേഷൻ ആയിരിക്കും അല്ലേ? ഓക്കെ. അപ്പോൾ ഇത്രയും അധികം ഇൻഫർമേഷൻ നമ്മളുമായിട്ട് പങ്കുവച്ചതിന് ഒരുപാട് നന്ദി ഡോക്ടർ.
ഓക്കെ, താങ്ക് യു. താങ്ക് യു. നമ്മൾ ഓരോരുത്തരുടെയും ജീവൻ വിലപ്പെട്ടതാണ്. പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ. രോഗം വന്ന് ചികിത്സിക്കുന്നതിനേക്കാൾ നല്ലതാണ് രോഗം വരാതെ സൂക്ഷിക്കുന്നത്. നമ്മുടെ ഡോക്ടർ ജോജോ വി ജോസഫ് സാറ് ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും യൂസ്ഫുൾ ആയിരിക്കും. എല്ലാ വിവരങ്ങളും. പുകവലി എന്നേക്കുമായിട്ട് ഉപേക്ഷിക്കുക. നമ്മൾ പുകവലിയോട് നോ പറഞ്ഞാൽ തന്നെ പകുതിയിലധികം ശ്വാസകോശാർബുദവും നമുക്ക് തുടച്ചു നീക്കാൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു.